Hi all, welcome to CC Plus. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ എക്സാമിങ് എത്താറായി. ബയോളജി എക്സാം 28-ാം തീയതിയാണ്. അപ്പോൾ എല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ബയോളജി എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ഒരു ഫൈനൽ ടച്ചാണ്. നിങ്ങൾ എല്ലാവരും ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്നും കൂടി നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും പറയുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും എടുത്തിരിക്കുക. പറയുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. ഈ വീഡിയോ കണ്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ബയോളജി റിവിഷൻ കംപ്ലീറ്റ് ആയിരിക്കണം. റെഡി അല്ലേ എല്ലാവരും? അപ്പോൾ നമുക്ക് തുടങ്ങാം. ബയോളജി ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ഫോർ SSLC എക്സാം 2021. നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇതാണ്, സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. അറിയാനും പ്രതികരിക്കാനും എന്നുള്ളതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് ആദ്യം തന്നെ നോക്കാം. നമുക്ക് ഫോക്കസ് ഏരിയ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് നമുക്ക് പ്രത്യേകമായിട്ട് നോക്കേണ്ടത്. നമുക്ക് നോക്കാം. ന്യൂറോൺ, നെർവ്സ്, ബ്രെയിൻ, നെർവ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഡിസോർഡേഴ്സ്. നിങ്ങൾ നോക്കിക്കേ, എന്ത് വലിയൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ? ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞ വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. പക്ഷെ നമുക്ക് ഫോക്കസ് ഏരിയയിൽ എന്തുമാത്രം കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്? വളരെ ചെറിയ നാല് ടോപ്പിക്കേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് പഠിക്കാതെ പോയാൽ വലിയ നഷ്ടമല്ലേ നമുക്ക്? അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും മിസ്സാക്കരുത്. ഈ പറയുന്ന ഈ 4 ടോപ്പിക്കെങ്കിലും കൃത്യമായിട്ട് വളരെ വ്യക്തമായി നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലൂടെ ഒന്ന് പോവാം. എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഐഡന്റിഫൈ ദി ഡയഗ്രാം ആൻഡ് ലേബൽ ദി ഫോളോയിങ് പാർട്സ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണിത്. നമുക്കറിയാം ഇത് എന്തിൻ്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്? ന്യൂറോൺ ആണല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തേത്, ദ പാർട്ട് വിച്ച് സെക്രീറ്റ് അസറ്റൈൽ കോളൈൻ. അസറ്റൈൽ കോളൈൻ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? ദ പാർട്ട് വിച്ച് റിസീവ് ഇമ്പൾസസ് ഫ്രം ദ അഡ്ജസൻറ്റ് ന്യൂറോൺ. തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്നും ഇമ്പൾസിനെ സ്വീകരിക്കുന്നത് ആരാണ്? ദ പാർട്ട് വിച്ച് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. ഇനി സെൽ ബോഡിയിൽ നിന്നും പുറത്തേക്ക്, ഇതാണ് സെൽ ബോഡി അല്ലേ? ഈ സെൽ ബോഡിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? നമുക്ക് നോക്കാം, ആൻസറിലേക്ക് വരാം. ഒന്നാമത്തേത്, അസറ്റൈൽ കോളൈൻ സെക്രീറ്റ് ചെയ്യുന്ന ആരായിരുന്നു? സിനാപ്റ്റിക് നോബ്. ഏറ്റവും അവസാനം ഇരിക്കുന്ന ആളാണല്ലേ? ന്യൂറോണിൻ്റെ ഏറ്റവും അവസാനത്തെ പോർഷനാണ് സിനാപ്റ്റിക് നോബാണ് അസറ്റൈൽ കോളൈൻ സെക്രീറ്റ് ചെയ്യുന്നത്. അടുത്തത്, പാർട്ട് വിച്ച് റിസീവ്സ് ഇമ്പൾസസ് ഫ്രം ദ അഡ്ജസൻറ്റ് ന്യൂറോൺ. തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്നും ഇമ്പൾസിനെ ഈ ഒരു ന്യൂറോണിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ്സ് ആണ് തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്നും ഇമ്പൾസിനെ കൊണ്ടുവരുന്നത്. ഇനി ആരാണ്? ദ പാർട്ട് വിച്ച് ക്യാരി ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. ഈ സെൽ ബോഡിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? ആക്സോൺ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ന്യൂറോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ന്യൂറോൺ? ന്യൂറോൺ ഓർ നെർവ് സെൽ ഈസ് എ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ദ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറൽ യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂറോൺ എന്ന് പറയുന്നത്. ദ ന്യൂറോൺ ഹാസ് എ സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. മറ്റുള്ള എല്ലാ സെല്ലുകളെയും പോലെ തന്നെയും നമ്മുടെ ന്യൂറോണിനും എന്തൊക്കെയുണ്ട്? സെൽ മെംബ്രെയിൻ കാണുന്നുണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട് ആൻഡ് ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലേ? ഇത് വളരെ കൃത്യമായിട്ട് ഈ പേരുകളും അതെന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഓർത്തിരിക്കണം. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഡെൻഡ്രൈറ്റ് ആണ് ഇതിനകത്ത് കാണുന്നത്. ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ച് ആണ്. ഇവരെന്താ ചെയ്യുന്നത്? ദാറ്റ് റിസീവ് ഇമ്പൾസ് ഫ്രം ദി അഡ്ജസൻറ്റ് ന്യൂറോൺ. തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്നും ഇമ്പൾസിനെ കൊണ്ടുവരുന്നവരാണ് ഡെൻഡ്രൈറ്റ്. ഇനി ഡെൻഡ്രൈറ്റ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന ആരാണ്? ഡെൻഡ്രോൺ ആണ്. ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയുടെ ഷോർട്ട് ഫിലമെൻ്റ് ആണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അവരെന്തായിരിക്കും ചെയ്യുന്നത്? ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ ഡെൻഡ്രൈറ്റ്സ് ടു ദ സെൽ ബോഡി. ഡെൻഡ്രൈറ്റിൽ നിന്നും സെൽ ബോഡിയിലേക്ക് കൊണ്ടുവരുന്നു. ഈ ഇടയ്ക്ക് കിടക്കുന്നവരാണ് അല്ലേ? ഈ കാണുന്നത് ഡെൻഡ്രൈറ്റ്സ് ആണ്. ഈ ഒരു ചെറിയ ഷോർട്ട് ഫിലമെൻറ്റിൻ്റെയാണ് നമ്മൾ ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഡെൻഡ്രോൺ എന്താ ചെയ്യുന്നത്? സെൽ ബോഡിയിലേക്ക് കൊണ്ടുവരുന്നു. ഇത് നമുക്ക് നോക്കാം. സെൽ ബോഡിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. സെൽ ബോഡിയിൽ ആരുണ്ട്? ന്യൂക്ലിയസ് കാണപ്പെടുന്നുണ്ട്, അതേപോലെ തന്നെ സൈറ്റോപ്ലാസം ഉണ്ട്. ഇനി നമുക്ക് നോക്കാം, സെൽ ബോഡിയിൽ നിന്നും ആരാ പുറത്തേക്ക് വരുന്ന ആരാണ്? ആ നീണ്ട തന്തുവിന് നമ്മൾ എന്തു പറയും? ആക്സോൺ. ആക്സോൺ ഇസ് ദ ലോങ്സ്റ്റ് ഫിലമെന്റ് ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നമ്മൾ ഏറ്റവും വലിയ ലോങ്സ്റ്റ് ഫിലമെന്റ് എന്ന് പറയുന്ന പേരാണ് ആക്സോൺ. ചിലപ്പോൾ വൺ വേർഡ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് പ്രതീക്ഷിക്കാം. നമുക്കിങ്ങനെ ഇതുപോലെ തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമില്ല. വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാം. ഇങ്ങനെ ചോദിക്കാം, ചിലപ്പോൾ ഏതാണ് ന്യൂറോണിലെ ലോങ്സ്റ്റ് ഫിലമെൻറ്റ് ഏതാണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ഓരോ പോയിന്റും നിങ്ങൾ ഓർത്തിരിക്കുക.
ഇനി ഇവരെന്താ ചെയ്യുക? ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. സെൽ ബോഡിയിൽ നിന്നും പുറത്തേക്ക് ഇമ്പൾസിനെ കൊണ്ടുപോകുന്നവരാണ് ആര്? ആക്സോൺ എന്ന് പറയുന്നത്. ഇനി ആക്സോണിൻ്റെ അറ്റത്ത് നമ്മൾ എന്ത് പറയുന്നു? ആക്സോണൈറ്റ്. ഇത് ആക്സോൺ ആണ്. ആക്സോണിൻ്റെ അഗ്രം എന്ന് പറയുന്നതാണ് ആക്സോണൈറ്റ്. അവരെന്ത് ചെയ്യുന്നു? ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ ദെൻ ക്യാരീസ് ഇമ്പൾസസ് ടു ദ സിനാപ്റ്റിക് നോബ്. അപ്പം ആക്സോണൈറ്റ് എന്ത് ചെയ്യുന്നു? ഇമ്പൾസുകളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? സിനാപ്റ്റിക് നോബിലേക്ക്. ഏറ്റവും അറ്റത്തുള്ള ന്യൂറോണിൻ്റെ ഏറ്റവും അറ്റത്തുള്ള പോർഷനാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. അപ്പോൾ സിനാപ്റ്റിക് നോബിലേക്ക് കൊടുക്കുന്ന ആൾക്കാരാണ് ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സിനാപ്റ്റിക് നോബ്? എന്താ ചെയ്യുക? അവർ പ്രത്യേകമായിട്ടൊരു ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. എന്താണത്? ദേ സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് സിനാപ്റ്റിക് നോബിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? ദേ സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അതിന് എക്സാമ്പിളൊക്കെ നമുക്കറിയാം. അപ്പോൾ അത് സെക്രീറ്റ് ചെയ്യുന്ന ആരാണ്? സിനാപ്റ്റിക് നോബാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഷ്വാൻ സെൽസ് എന്താണ്? ആക്സോണിനെ ചുറ്റി കാണുന്ന ലെയർ ആണല്ലേ? എൻസർക്കിൾ ദി ആക്സോൺ. അവരാണ് ആര്? ഷ്വാൻ സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് കൃത്യമായി പേരുകൾ ഓർത്തിരിക്കുക. അത് ലേബൽ ചെയ്യാനും നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. എക്സാമിൻ ദ പിക്ചർ ഗിവൺ ബിലോ. അപ്പോൾ ഈ തന്നിരിക്കുന്ന പടം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു പടം തന്നെയാണ്. നമുക്ക് നോക്കാം. ഏതാണിത്? ഐഡൻറ്റിഫൈ എ ആൻഡ് ബി. ഏതാണ് ഈ പടം? എ എന്ന് പറയുന്നത് മൈലിൻ ഷീത്ത് ആണ്. ഇനി ബി എന്താണ്? ഷ്വാൻ സെൽസ് ആണ്. ന്യൂറോണുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് മൈലിൻ ഷീത്തും എന്താണ്? ഷ്വാൻ സെൽസും അല്ലേ? ഇത് നമുക്ക് ഫോക്കസ് ഏരിയയിൽ പ്രത്യേകമായി പറയുന്നില്ല, എങ്കിൽ പോലും നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു പേരുകൾ ഓർത്തിരിക്കണം. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട്സ് ദ റോൾ ഓഫ് എ ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിക് ഇമ്പൾസസ്? അതായത് ഇലക്ട്രിക് ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷനിൽ മൈലിൻ ഷീത്തിൻ്റെ ഫംഗ്ഷൻ അവരെന്താണ്? അവരുടെ എന്ത് റോളാണ് അവർ ചെയ്യുന്നത്? നമുക്ക് നോക്കാം. എന്ത് റോളാണ് അവർ ചെയ്യുന്നത്? എന്താണ് മൈലിൻ ഷീത്തിൻ്റെ ഇമ്പോർട്ടൻസ്? എന്തൊക്കെയാണ്? ആക്സിലറേറ്റ്സ് ഇമ്പൾസസ്. ആക്സോണിൽ കൂടെയുള്ള ഇമ്പൾസിൻ്റെ വേഗത കൂട്ടുന്നു. ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. The myelin sheath act as an electric insulator. Then provide nutrients and oxygen to axon. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു അവരുടെ റോൾ എന്ന് പറയുന്നത് ആക്സോണിന് ന്യൂട്രിയൻസും ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള മൈലിൻ ഷീത്തിൻ്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വളരെ കൃത്യമായിട്ട് ഈ ഒരു പേരുകളും അതിൻ്റെ ധർമ്മവും എന്താണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ മൈലിൻ ഷീത്തും ഒലിഗോഡെൻഡ്രോസൈറ്റ്. എന്തായിരുന്നു ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും മൈലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത് ഒലിഗോഡെൻഡ്രോസൈറ്റുകൾ കൊണ്ടാണ്. എന്നാൽ മറ്റുള്ള നെർവ് സെല്ലുകളുടെ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് ഷ്വാൻ സെൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഒലിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും മൈലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത് ഒലിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The illustration given below indicate the transmission of impulses from one neuron to other. Observe the illustration and answer the following questions. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു കാര്യമായി ബന്ധപ്പെട്ട തന്നെയാണ്. ഇത് ഏതാണെന്ന് ഈ പടം കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പഠിച്ചതാണ്. ഏത് പടമാണ് നമുക്ക് നോക്കാം. ഐഡൻറ്റിഫൈ ദ പാർട്ട് ഇൻ ദ ഇല്ലുസ്ട്രേഷൻ. ഇതിനകത്ത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ കണ്ടിട്ട്? ഏതാണിത്? സിനാപ്സ് അല്ലേ? സിനാപ്സിൻ്റെ ഒരു പടമാണ് കാണിച്ചിരുന്നത്. ദെൻ ഐഡൻറ്റിഫൈ ദ കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് ഈസ് സെക്രീറ്റഡ് ഫ്രം എ. അപ്പോൾ ഏതാണ്? ഇവിടെ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കെമിക്കൽ സബ്സ്റ്റൻസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗീവ് വൺ എക്സാമ്പിൾ ഫോർ ദിസ് കെമിക്കൽ സബ്സ്റ്റൻസ്. അപ്പോൾ ആ കെമിക്കൽ സബ്സ്റ്റൻസിന് ഒരു എക്സാമ്പിൾ കൂടി പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിനാപ്സ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി കെമിക്കൽ സബ്സ്റ്റൻസ് എന്താണെന്ന് നോക്കാം. എന്തായിരുന്നു കെമിക്കൽ സബ്സ്റ്റൻസിന് പറയുന്ന പേര്? ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടിരുന്നു ആരാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യുന്നത്? സിനാപ്റ്റിക് നോബാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? അസറ്റൈൽ കോളൈൻ ആൻഡ് ഡോപ്പാമിൻ. അപ്പോൾ രണ്ട് എക്സാമ്പിൾ കൃത്യമായി ഓർത്തിരിക്കുക. അസറ്റൈൽ കോളൈനും ഡോപ്പാമിനുമാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇത് സെക്രീറ്റ് ചെയ്യുന്നത് സിനാപ്റ്റിക് നോബാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം ഓൾറെഡി പറഞ്ഞു പോയ കാര്യങ്ങൾ നമ്മൾ ലൈവ് ക്ലാസ്സുകളൊക്കെ ഇത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സുകൾ കാണുക. ഓക്കെ,
അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഐഡന്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ വേർഡ് പെയർ റിലേഷൻഷിപ്പ് മനസ്സിലാക്കി അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തത് സെൻസറി നെർവ് ദ ക്യാരീസ് ഇമ്പൾസസ് ടു ദി സ്പൈനൽ കോഡ്. അപ്പോൾ സെൻസറി നെർവ് ആണ് പറഞ്ഞിരിക്കുന്നത്. സെൻസറി നെർവിന്റെ ഫംഗ്ഷൻ എന്താണ്? ദ ക്യാരി ഇമ്പൾസസ് ടു ദി സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിലേക്ക് ഇമ്പൾസിനെ കൊണ്ടുപോകുന്നവരാണ് ആര്? സെൻസറി നെർവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത എന്താണ് പറഞ്ഞേക്കുന്നത്. ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ ബ്രെയിൻ ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. നേരെ തിരിച്ചു പറഞ്ഞേക്കുകയാണ്. ബ്രെയിനിൽ നിന്നും തിരിച്ച് ബോഡി പാർട്സിലേക്ക് കൊണ്ടുപോകുന്ന നെർവ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഏതാണ്? മോട്ടോർ നെർവ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഫോക്കസ് ഏരിയ തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ നെർവുകൾ പഠിക്കുക, അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നും പഠിക്കുക. അപ്പോൾ സ്പൈനൽ കോഡിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സെൻസറി നെർവും തിരിച്ച് ബ്രെയിനിൽ നിന്നും ബോഡി പാർട്സിലേക്ക് ഇമ്പൾസിനെ കൊണ്ടുവരുന്നത് മോട്ടോർ നെർവ്സുമാണ്. അപ്പോൾ നമുക്കറിയാം നെർവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെർവ്സ് ആർ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ. അപ്പോൾ നിങ്ങൾ പേരുകൾ മാറിപ്പോകരുത്. ന്യൂറോണ്, നെർവ്സ് എന്നൊക്കെ പറയുമ്പോൾ പേരുകൾ തമ്മിൽ മാറിപ്പോകരുത്. അപ്പോൾ നെർവ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ. ഓക്കെ, ഇതാണ് നെർവിൻ്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രധാനമായും 3 നെർവ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മുടെ ടെക്സ്റ്റിൽ വരുന്നുണ്ട്. സെൻസറി നെർവ്, മോട്ടോർ നെർവ്, ദെൻ മിക്സഡ് നെർവ്. പ്രധാനമായിട്ട് 3 നെർവ് ഉണ്ട്. സെൻസറി നെർവിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ദ ക്യാരീസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അപ്പോൾ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ഇമ്പൾസിനെ കൊണ്ടുപോകുന്നവർ സെൻസറി നെർവ്. ദെൻ മോട്ടോർ നെർവ് എന്ത് ചെയ്യുന്നു? ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. നേരെ തിരിച്ച് ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ബോഡി പാർട്സിലേക്ക് കൊണ്ടുവരുന്നവരാണ് മോട്ടോർ നെർവ്സ് എന്ന് പറയുന്നത്. ഇനി ഒരാളൂടെ ഉണ്ട്, മിക്സഡ് നെർവ് എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ടല്ലേ. എന്തായിരിക്കും അവർ ചെയ്യുന്നത്? 2 കാര്യവും ചെയ്യും. എന്താ? ക്യാരീസ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിലേക്കും കൊണ്ടുപോകും, അതേപോലെ തിരിച്ച് അവിടെ നിന്ന് ബോഡി പാർട്സിലേക്കും കൊണ്ടുവരുന്ന ആൾക്കാരാണ് മിക്സഡ് നെർവ് എന്ന് പറയുന്നത്. അപ്പം കൃത്യമായി ഈ ടേബിൾ വളരെ ചെറുതാണല്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓർത്തിരിക്കാം. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ പഠിച്ചിരിക്കുക. നിങ്ങൾ ഇപ്പം തന്നെ അടയാളപ്പെടുത്തി പോകാട്ടോ. ടെക്സ്റ്റിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ്, ഈ പറയുന്ന പോർഷൻസ് ഒക്കെ നിങ്ങൾ ഇപ്പം തന്നെ നോട്ട് ചെയ്ത് പോകണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഐഡൻറ്റിഫൈ ദ ഡയഗ്രാം ആൻഡ് ലേബിൾ ദി ഫോളോയിങ് പാർട്സ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് ബ്രെയിനുമായി ബന്ധപ്പെട്ടത്. നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷുവർ ആയിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ പുസ്തകത്തിലുള്ള ആ ഒരു പടം, ആ ഒരു സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിരിക്കണം. നമുക്ക് നോക്കാം. that act as the relay station of impulses to and from the cerebrum. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും തരുന്നത്, നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയി പോവരുത്. അപ്പോൾ നോക്കാം എന്താണ് റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. അപ്പോൾ സെറിബ്രത്തിൻ്റെ റിലേ സ്റ്റേഷനായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, അതാരാണെന്ന് എഴുതുക. അടുത്തത് കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻ. ഇൻവോളണ്ടറി ആക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനിൻ്റെ ഏത് പോർഷനാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഏതായിരുന്നു? സെറിബ്രത്തിൻ്റെ റിലേ സ്റ്റേഷനായിട്ട് ആക്ട് ചെയ്യുന്ന ആരാണെന്നല്ലേ. നമുക്ക് നോക്കാം ആരാണ്? തലാമസ്. അപ്പോൾ തലാമസ് എന്ന് പറയുന്നതാണ് റിലേ സ്റ്റേഷനായിട്ട് ആക്ട് ചെയ്യുന്നത്. അടുത്തത് സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആരാണ്? സെറിബെല്ലം. ഏറ്റവും ലാർജ് ആരായിരുന്നു? സെറിബ്രം ആണല്ലേ. ഏറ്റവും ലാർജ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് സെറിബ്രം ആണ്. സെക്കൻഡ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് സെറിബെല്ലം ആണ്. അടുത്തത് കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ്. ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? അനൈച്ഛികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നമുക്ക് സ്ട്രക്ചറിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ ഇതാണ് ബ്രെയിനിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സെറിബ്രം ആദ്യം പറയുന്നത്, സെറിബ്രം എന്ന് പറയുന്നത് എന്താണ്? ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിൻ്റെ ഏറ്റവും ലാർജ് പാർട്ട് എന്ന് പറയുന്നതാണ് ഏതാണ്? സെറിബ്രം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് അവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് പറയാം. ഏറ്റവും ലാർജസ്റ്റ് പാർട്ടാണ്. അതേപോലെ തന്നെ സെൻറ്റർ ഓഫ് തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇപ്പം തന്നെ ടെക്സ്റ്റിൽ നോട്ട് ചെയ്ത് പോവാം. അതുപോലെ തന്നെ വോളണ്ടറി മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നു, ഐച്ഛികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നതും സെറിബ്രമാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം സെറിബെല്ലം. സെറിബെല്ലത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ഇതാണ് സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ്. അതുപോലെ തന്നെ സീൻ ബിഹൈൻഡ് ദ സെറിബ്രം ആസ് 2 ഫ്ലാപ്സ്, then fissures and grooves are present. പിന്നെ പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടത് they coordinate muscular activities and maintains equilibrium of the body. മസ്കുലർ ആക്ടിവിറ്റീസിനെ കൂടുതലായിട്ടും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്?
സെറിബെല്ലമാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം ആരാണ്? തലാമസ് ഉണ്ട് അല്ലേ? തലാമസ് നമുക്ക് നോക്കാം. സിറ്റുവേറ്റഡ് ബിലോ ദ സെറിബ്രം, സെറിബ്രത്തിന്റെ താഴെയാണ് തലാമസ് കാണുന്നത്. They act as a relay station of impulses to and from the cerebrum. ഒരു റിലേ സ്റ്റേഷനായിട്ട് ആക്ട് ചെയ്യുന്നു. അല്ലേ? അതുപോലെ ചെയ്യുന്ന എന്ത് ഫംഗ്ഷനാണ്? അനലൈസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് സെൻഡ് ദ ഇമ്പോർട്ടൻറ്റ് വൺ ടു ദ സെറിബ്രം. അപ്പോൾ എന്താണ് വരുന്ന ഇമ്പൾസുകളെയൊക്കെ അനലൈസ് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിനെ മാത്രം സെറിബ്രത്തിലേക്ക് കടത്തിവിടുക എന്നുള്ള ജോലി ചെയ്യുന്നവരാണ് ആര്? തലാമസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുന്നത് തലാമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേ സ്റ്റേഷൻ. ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കുക, അത് തലാമസ് ആയിരിക്കും. ഇനി അടുത്ത് നമുക്ക് നോക്കാം ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് എന്താണ്? സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദി തലാമസ്, തലാമസിന് തൊട്ട് താഴെ കാണുന്നു. പ്ലേസ് എ മേജർ റോൾ ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം ഹൈപ്പോതലാമസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹോമിയോസ്റ്റാസിസിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇനി ആരാണുള്ളത്? മെഡുല ഓംബ്ലോങ്കേറ്റ അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ തന്നെയാണ് മെഡുല ഓംബ്ലോങ്കേറ്റ. എന്താ ചെയ്യുന്നത്? റോഡ് ഷേപ്പ്ഡ് അല്ലേ? നമ്മുടെ ബ്രെയിനിൻ്റെ റോഡ് ഷേപ്ഡ് ആയിട്ട് കാണുന്ന ഒരു ഏരിയ ആണിത്. സീൻ ബിലോ ദ സെറിബ്രം ലൊക്കേറ്റഡ് നിയർ ദി സെറിബെല്ലം. ഇനി അവിടെ ഫംഗ്ഷൻ നോക്കാം. ദേ കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് എക്സെട്ര. അപ്പോൾ ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് പോലെ ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നവരാണ് മെഡുല ഓംബ്ലോങ്കേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? സെറിബ്രം നോക്കുക, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ് ആൻഡ് മെഡുല ഓംബ്ലോങ്കേറ്റ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ പോയിന്റ്സ് നിങ്ങൾ വായിച്ച് പഠിച്ച് തന്നെ വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദി ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. ഈ പാഠം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കണ്ടിട്ട്? നമുക്ക് നോക്കാം. വിച്ച് ആക്ഷൻ ഡസ് ദ ഇല്ലുസ്ട്രേഷൻ ഡിപ്പിക്റ്റ്? ഐഡൻറ്റിഫൈ എ, ബി ആൻഡ് സി. അപ്പോൾ ഏതാണ് ഈ ചിത്രം കാണിച്ചിരിക്കുന്നത്? എ, ബി, സി ഏതാണെന്ന് അടയാളപ്പെടുത്താനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. എന്താണ് പടം കാണിച്ചിരിക്കുന്നത്? ഏത് പ്രവർത്തനമാണ്? റിഫ്ലെക്സ് ആക്ഷൻ ആണല്ലേ? റിഫ്ലെക്സ് ആക്ഷൻ ആണ് കാണിച്ചിരുന്നത്. ഇനി അതേപോലെ തന്നെ എ, ബി, സി എന്തൊക്കെയായിരുന്നു? എ, ബി, സി സെൻസറി നെർവ്, മോട്ടോർ നെർവ്, ഇന്റർ ന്യൂറോൺ. അപ്പോൾ സെൻസറി നെർവ്, മോട്ടോർ നെർവ്, ഇന്റർ ന്യൂറോണിൻ്റെ പടമാണ് ഇവിടെ കാണിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളിത് പഠിച്ചിട്ടുണ്ടല്ലേ? നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഭാഗം തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരുന്നു ഈ കാണിച്ചിരിക്കുന്നത്. റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്നല്ലേ, സഡനായിട്ട് ഉണ്ടാകുന്ന ഒരു ആക്ഷനാണ്, പെട്ടെന്നുണ്ടാകുന്ന ഒരു റെസ്പോൺസ് ആണ് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? സെൻസറി ന്യൂറോൺ എന്ത് ചെയ്യുന്നു? ക്യാരീസ് ഇമ്പൾസ് ടു ദ സ്പൈനൽ കോഡിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി മോട്ടോർ ന്യൂറോൺ എന്താ ചെയ്യുന്നത്? ക്യാരീസ് ഇൻഫർമേഷൻ ഫ്രം സ്പൈനൽ കോഡ് ടു റിലേറ്റഡ് മസിൽ. തിരിച്ച് ഇപ്പോൾ നമുക്കറിയാം റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു നമ്മൾ തീയിലൊക്കെ പെട്ടെന്ന് കൈ തൊടുമ്പോൾ പെട്ടെന്ന് നമ്മൾ വലിക്കും അല്ലേ? അതൊരു റിഫ്ലെക്സ് ആക്ഷനാണ്. അപ്പോൾ അവിടെ നടക്കുന്നൊരു പ്രവർത്തനമാണ്. നമ്മളൊരു എന്താണ് തീയിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടെ ഇമ്പൾസ് ഉണ്ടാകുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സെൻസറി ന്യൂറോൺ അതിനെ സ്പൈനൽ കോഡിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം അവിടെ ഒരു ഇന്റർ ന്യൂറോൺ വരുന്നുണ്ട്. ഇന്റർ ന്യൂറോൺ എന്താ ചെയ്യുന്നത്? The neuron that connect the sensory neuron and the motor neuron generate quick response. അപ്പം പെട്ടെന്ന് കൈ വലിക്കണം എന്നുള്ള ക്വിക്ക് റെസ്പോൺസ് തരുന്ന ആരാണ്? ഇന്റർ ന്യൂറോൺസ് ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് തിരിച്ചു കൊണ്ടുവരുന്നത് മോട്ടോർ ന്യൂറോൺ. അവരെന്താ ചെയ്യുന്നത്? ക്യാരീസ് ഇൻഫർമേഷൻ ഫ്രം സ്പൈനൽ കോഡ് ടു റിലേറ്റഡ് മസിൽ. അപ്പോൾ കൈ വലിക്കണം എന്നുള്ള ഇൻഫർമേഷൻ തിരിച്ചു കൊണ്ടുവരുന്നത് മോട്ടോർ ന്യൂറോൺ ആണ്. സോ അതിന് ഫലമായിട്ട് റിലേറ്റഡ് മസിൽ എന്ത് ചെയ്യുന്നു? വിഡ്രോ ദ ഹാൻഡ് ബൈ ദ ആക്ഷൻ ഓഫ് ദ മസിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ കൈ പിൻവലിക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഈ ഒരു ആക്ഷനാണ് നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഡിസീസ് സിംറ്റംസ് ഓഫ് 2 ഇൻഡിവിജ്വൽസ് ആർ ഗിവൺ ബിലോ. 2 ഇൻഡിവിജ്വൽസിൻ്റെ ഡിസീസ് സിംറ്റം കാണിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒന്നാമത് പറയുന്നുണ്ട് ലോസ് ഓഫ് മെമ്മറി, ഇന്നബിലിറ്റി ടു റെക്കഗ്നൈസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. അപ്പോൾ മെമ്മറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ് കാണിച്ചിരിക്കുന്നത്. അത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടല്ലേ ഏതാ ഡിസീസ് എന്ന്. രണ്ടാമത് നോക്കാം. ലോസ് ഓഫ് ബോഡി ബാലൻസ്, ഇറഗുലർ മൂവ്മെൻറ്റ്സ് ഓഫ് ദ മസിൽസ്, ഷിവറിങ് ഓഫ് ദ ബോഡി. അത് ബോഡി ബാലൻസുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേയധികം പ്രശ്നങ്ങളാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഐഡൻറ്റിഫൈ ദ ഡിസീസസ് ഓഫ് ഇൻഡിവിജ്വൽസ് എ ആൻഡ് ബി. അപ്പോൾ എ ആൻഡ് ബി എന്ന് പറഞ്ഞ ഇൻഡിവിജ്വലിൻ്റെ അസുഖം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ്. അപ്പോൾ ഓർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. ഏതാണ്? അൽഷിമേഴ്സ്. ഇനി ബോഡി ബാലൻസുമായി ബന്ധപ്പെട്ട ഏതായിരുന്നു? പാർക്കിൻസൺസ് ഡിസീസ് ആണ്. Then explain the causes of diseases in individual A. Individual A എന്ന് പറയുന്ന ആരാണ്? അൽഷിമേഴ്സ് ആണല്ലേ. അപ്പോൾ അതിനുണ്ടാവാനുള്ള കാരണം, അൽഷിമേഴ്സ് ഡിസീസ് ഉണ്ടാവാനുള്ള കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം.
അക്യുമുലേഷൻ ഓഫ് ഇൻസോല്യൂബിൾ പ്രോട്ടീൻ ഇൻ ദ ന്യൂറൽ ടിഷ്യൂ ഓഫ് ദ ബ്രെയിൻ. എന്താ സംഭവിക്കുന്നത്? അൽഷിമേഴ്സ് ഉണ്ടാവാനുള്ള റീസൺ എന്താണ്? ഇൻസോല്യൂബിൾ പ്രോട്ടീൻ ന്യൂറൽ ടിഷ്യൂസിൽ അക്യുമുലേറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു? ന്യൂറോൺസ് ഗെറ്റ് ഡിസ്ട്രോയിഡ്. അവിടുത്തെ ന്യൂറോൺസ് നശിച്ചു പോകും. അതിൻ്റെ ഫലമായി നമ്മുടെ ഓർമ്മശക്തി നഷ്ടമാകുന്ന ഒരവസ്ഥയാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന നമ്മുടെ ന്യൂറോൺസുമായി ബന്ധപ്പെട്ട കുറേ ഡിസീസസ് ആണ്. അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻ ഷുവറാണ്. ഈ ഒരു ടേബിൾ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക. അൽഷിമർ എന്താണ് നമ്മൾ പറഞ്ഞു? ഇൻസൊല്യൂബിൾ പ്രോട്ടീൻ ന്യൂറൽ ടിഷ്യൂസിൽ അക്യുമുലേറ്റ് ചെയ്യുന്നതിന് ഫലമായിട്ട് ന്യൂറോൺസ് ഡിസ്ട്രോയ് ചെയ്ത് പോകുന്ന അവസ്ഥയാണ്. അവിടുത്തെ സിംറ്റം എന്താണ്? മെമ്മറി ലോസ്, അല്ലേ? ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഇന്നബിലിറ്റി ടു റെക്കഗ്നൈസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, ഇന്നബിലിറ്റി ടു ഡു റൂട്ടീൻ വർക്ക്സ്. അപ്പോൾ നമ്മുടെ ഓർമ്മ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് പാർക്കിൻസൺസ് ആണ്. പാർക്കിൻസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ കാരണം destruction of specialized ganglion in the brain, production of dopamine, a neurotransmitter in the brain gets reduced. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഡോപ്പാമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവ് കുറയുന്നത് ഫലമായി ഉണ്ടാകുന്നതാണ് പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ സിംറ്റം എന്തൊക്കെയാണ്? ലോസ് ഓഫ് ബോഡി ബാലൻസ്, നമ്മുടെ ബോഡി ബാലൻസ് നഷ്ടമാകുന്നു. ഇറഗുലർ മൂവ്മെൻറ്റ് ഓഫ് മസിൽ, ഷിവറിങ് ഓഫ് ദ ബോഡി, പ്രൊഫ്യൂസ് സലൈവേഷൻ. ഓക്കെ, അടുത്തതാണ് എപ്പിലെപ്സി എന്ന് പറയുന്നത്. എപ്പിലെപ്സിയുടെ കാരണം എന്താണ്? കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിലെ ഇലക്ട്രിക് ചാർജസിന് ഉണ്ടാകുന്ന വേരിയേഷനാണ് എപ്പിലെപ്സിക്ക് കാരണം. ഇനി അതിൻ്റെ സിംറ്റം എന്തൊക്കെയാണ്? എപ്പിലെപ്സി ഡ്യൂ ടു കണ്ടിന്യൂസ് മസ്കുലാർ കൺട്രാക്ഷൻ, ഫ്രോത്തി ഡിസ്ചാർജ് ഫ്രം ദ മൗത്ത്, ക്ലെൻസിങ് ഓഫ് ദ ടീത്ത് ഫോളോയിങ് വിച്ച് ദ പേഷ്യൻറ്റ് ഫോൾസ് അൺകോൺഷ്യസ്. അപ്പോൾ ഈ ഒരു കോസസും അതേപോലെ തന്നെ ഈ സിംറ്റംസും വളരെ കൃത്യമായിട്ട്, കാരണം നമുക്ക് വളരെ ചെറിയ 3 ഡിസീസ് മാത്രമേ നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കോസും അതിൻ്റെ സിംറ്റംസും എന്താണെന്ന് കൃത്യമായിട്ട് ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോക്കസ് ഏരിയയിലെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഓടിച്ചു വിട്ടത്. ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. വിൻഡോസ് ഓഫ് നോളജ് എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. ഒന്നാമത് സ്ട്രക്ചർ ഓഫ് ദി ഐ. സ്ട്രക്ചർ ഓഫ് ദി ഐ പാർട്സ് ആൻഡ് ഫങ്ഷൻ. ദെൻ റെറ്റിന ആൻഡ് ദി ഫോട്ടോ റിസപ്റ്റേഴ്സ്, കൂടുതലും ഐയുടെ പോർഷന് നമുക്ക് വന്നിരിക്കുന്നത്. ദെൻ വിഷൻ, ഫ്ലോ ചാർട്ട്, ഐ ഡിഫേഴ്സ് ആൻഡ് ഡിസീസസ്, ടു ഡിറ്റക്ട് സ്മെൽ, ടു ഡിറ്റക്ട് ടേസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യം വലിയൊരു ചാപ്റ്റർ ആയിരുന്നു ഇതും. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരുപാട് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഐയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇതൊന്നും നിങ്ങൾ ടിക്ക് ചെയ്ത് വെക്കുക. ഈ ഒരു കാര്യങ്ങൾ മാത്രം തന്നെ പഠിച്ച് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഐഡൻറ്റിഫൈ ദി ഡയഗ്രാം ആൻഡ് ലേബൽ ദി പാർട്സ് ഗിവൺ ബിലോ. അപ്പോൾ ഐയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ട്രാൻസ്പെറൻറ്റ് ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ സ്ക്ലീറ. സ്ക്ലീറയുടെ ആൻറ്റീരിയർ പാർട്ടിന് പറയുന്ന പേരെന്താണ്? ഏതാണ്? കോർണിയ. ഇനി അടുത്തേതാണ്? ഫ്ലൂയിഡ് ദാറ്റ് നറിഷസ് ദ ടിഷ്യൂ ഓഫ് ദ ഐ. അപ്പോൾ നമ്മുടെ ഐയുടെ ടിഷ്യൂസിന് നറിഷ്മെൻറ്റ് കൊടുക്കുന്നത് ആരാണ്? ഏത് ഫ്ലൂയിഡാണ്? അക്വസ് ഹ്യൂമറാണ്. അടുത്തത് ദ ലെയർ ദാറ്റ് ഹാസ് ഫോട്ടോ റിസപ്റ്റേഴ്സ്. അപ്പോൾ കണ്ണിൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉള്ള ലെയർ ഏതായിരുന്നു? റെറ്റിന. റെറ്റിനയിലാണ് ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഐയിലുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. നമുക്കറിയാം ഐ എന്ന് പറയുന്നത് 3 ലെയേഴ്സ് ഉണ്ട് അല്ലേ? സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന, ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം എന്നിങ്ങനെ 3ആയിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. ഓരോന്നിൻ്റെ പ്രത്യേകതയൊക്കെ നിങ്ങൾക്കറിയാം. സ്ക്ലീറയുടെ പ്രത്യേകത എന്താണ്? അവിടെ ഫേംനെസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കണ്ണിനൊരു ആകൃതിയും ഒരു ദൃഢതയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി കൊറോയിഡിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അവിടെ ബ്ലഡ് വെസൽ കാണപ്പെടുന്നുണ്ട്. റെറ്റിന എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണുന്ന ഏരിയ ആണ് റെറ്റിന എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. സ്ക്ലീറയിൽ വരുന്നത് കോർണിയയുണ്ട്, കൺജങ്ക്റ്റീവയുണ്ട്. കോർണിയ എന്ന് പറയുന്നത് പ്രൊജക്റ്റഡ് ട്രാൻസ്പെറൻറ്റ് ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ സ്ക്ലീറയാണ്. അത് കറക്റ്റായിട്ട് ലൈറ്റിനെ റെറ്റിനയിലേക്ക് കൊടുക്കാൻ സഹായിക്കുന്നതാണ് കോർണിയ എന്ന് പറയുന്നത്. ഇനി കൺജങ്ക്റ്റീവ എന്ന് പറയുന്നത് ദ ലെയർ വിച്ച് കവർ ആൻഡ് പ്രൊട്ടക്ട് ദി ഫ്രണ്ട് പാർട്ട് ഓഫ് ദ സ്ക്ലീറ എക്സെപ്റ്റ് ദി കോർണിയ. അപ്പോൾ സ്ക്ലീറനെ കവർ ചെയ്ത് കാണുന്ന ഒരു ലെയറാണ് കൺജങ്ക്റ്റീവ എന്ന് പറയുന്നത്. ഇനി കൊറോയിഡ് വരുന്നവരാണ് ഐറിസ്, പ്യൂപ്പിൾ. ഐറിസ് എന്ന് പറയുന്നത് ദ പാർട്ട് ഓഫ് ദ കൊറോയിഡ് സീൻ ബിഹൈൻഡ് ദി കോർണിയ. Presence of the pigment melanin gives iris a dark
കളർ. അപ്പോൾ മെലാനിൻ പിഗ്മെൻ്റ് ഉണ്ട്, അതുകൊണ്ടൊരു ഡാർക്ക് കളറിലായിരിക്കും ഐറിസ് കാണപ്പെടുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണല്ലേ. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾ വായിച്ചത് ഒന്നും കൂടി മൈൻഡിൽ വെക്കുക. ഇനി പ്യൂപ്പിൾ എന്തായിരുന്നു? ദ അപ്പേർച്ചർ സീൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ദി ഐറിസ്. ഐറിസിൻ്റെ സെൻറ്ററിൽ കാണുന്ന ചെറിയ അപ്പേർച്ചറിനെയാണ് നമ്മൾ പ്യൂപ്പിൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ട് പ്യൂപ്പിൾ ചുരുങ്ങുകയും വികസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് റെറ്റിനയിൽ ആരൊക്കെ വരുന്നുണ്ട്? യെല്ലോ സ്പോട്ട് ഉണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ദ പാർട്ട് ഓഫ് ദ റെറ്റിന വെയർ പ്ലെൻറ്റി ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആർ പ്രസൻറ്റ്. യെല്ലോ സ്പോട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിഷ്വൽ ക്ലാരിറ്റി ഉള്ളതും യെല്ലോ സ്പോട്ടിലായിരിക്കും കാണുന്നത്. ഇനി ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് കാണുന്നില്ല, അതുകൊണ്ട് വിഷൻ അവിടെ സാധ്യമല്ല. ഇനി നമുക്കറിയാം ലെൻസ് എന്ന് പറയുന്നത്, നമ്മുടെ കണ്ണിൻ്റെ ലെൻസ് എന്ന് പറയുന്നത് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. അതേപോലെ തന്നെ സീലിയറി മസിൽസ് കാണപ്പെടുന്നുണ്ട്. കോൺവെക്സ് ലെൻസിൻ്റെ സർക്കുലർ മസിൽസ് ആർ സീൻ അറൗണ്ട് ദി ലെൻസ്. ദ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദീസ് മസിൽസ് ഓൾട്ടർ ദി കർവേച്ചർ ഓഫ് ലെൻസ്. ദെൻ ഒപ്റ്റിക് നെർവ് ആണ്. ഒപ്റ്റിക് നെർവ് എന്ത് ചെയ്യുന്നു? ഇമ്പൾസിനെ ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്ന, ബ്രെയിനിൻ്റെ വിഷ്വൽ സെൻറ്ററിലേക്ക് ഇമ്പൾസിനെ കൊണ്ടുപോകുന്നവരാണ് ഒപ്റ്റിക് നെർവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രത്യേകമായിട്ട് നമ്മുടെ ഐയിലെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ. സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന, അതിനകത്ത് വരുന്ന പോർഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ സ്ട്രക്ചറാണ്, എന്താണ് അവരുടെ പ്രധാനമായിട്ടുള്ള ജോലി എന്താണ്. ഓക്കെ, കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ പറ്റില്ലേ ഇത്? ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. അപ്പോൾ വേർഡ് പെയർ റിലേഷൻഷിപ്പ് നോക്കുക, ഫിൽ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. നറീഷസ് ദ ടിഷ്യൂ ഓഫ് ദി ഐ. ഐയുടെ ടിഷ്യൂസിന് നറീഷ്മെൻറ്റ് കൊടുക്കുന്നത് ആരാണ്? നമ്മളിപ്പോൾ ഒന്ന് പറഞ്ഞായിരുന്നു. അടുത്ത് നോക്കാം. വിട്രസ് ഹ്യൂമർ ഷേപ്പ് ഓഫ് ദി ഐ. ഐക്ക് ഷേപ്പ് കൊടുക്കുന്ന ആളാണ് വിട്രസ് ഹ്യൂമർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ആരായിരിക്കും? അക്വസ് ഹ്യൂമർ. നമ്മുടെ ഐക്ക് നറീഷ്മെൻറ്റ് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? അക്വസ് ഹ്യൂമർ ആണ്. നോക്കാം, നമ്മൾ ഐയിൽ പഠിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും പഠിക്കുന്ന രണ്ട് ഫ്ലൂയിഡ്സ് ആണ് അക്വസ് ഹ്യൂമറും വിട്രസ് ഹ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ അക്വസ് ഹ്യൂമർ എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് കാണപ്പെടുന്നത്? എവിടെയാണ്? ബിറ്റ്വീൻ ദി ലെൻസ് ആൻഡ് ദി കോർണിയ. അക്വസ് ഹ്യൂമർ കാണുന്നത് ലെൻസിനും കോർണിയയ്ക്കും ഇടയിലാണ് അക്വസ് ഹ്യൂമർ എന്ന് പറഞ്ഞിരിക്കുന്നത് കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഫോംഡ് ഫ്രം ബ്ലഡ് ആൻഡ് റീഅബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ്. ബ്ലഡിൽ നിന്നും ഉണ്ടാകുന്നു, തിരിച്ച് ബ്ലഡിലേക്ക് അത് റീഅബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അവിടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? ദ പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് നറിഷ്മെൻറ്റ് ദ ടിഷ്യൂ ഓഫ് ദി ഐ. ഐയുടെ ടിഷ്യൂസിന് എന്താണ്? ഓക്സിജനും നറിഷ്മെൻറ്റും കൊടുക്കുകയാണ് അക്വസ് ഹ്യൂമർ ചെയ്യുന്നത്. ഇനി വിട്രസ് ഹ്യൂമർ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതെവിടെയാണ് കാണുന്നത്? ബിറ്റ്വീൻ ദ റെറ്റിന ആൻഡ് ദി ലെൻസ്. ഇത് കാണുന്നത് ലെൻസിനും കോർണിയയ്ക്കും ഇടയിൽ. വിട്രസ് ഹ്യൂമർ കാണുന്നത് റെറ്റിനയ്ക്കും ലെൻസിനും ഇടയിലാണ് വിട്രസ് ഹ്യൂമർ കാണുന്നത്. അവരുടെ ഫംഗ്ഷൻ എന്താണ്? ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ ഷേപ്പ് ഓഫ് ദി ഐ. ഐക്ക് കൃത്യമായ ഒരു ഷേപ്പ് കൊടുക്കുന്ന ആൾക്കാരാണ് വിട്രസ് ഹ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഫംഗ്ഷൻ എന്താണ്? അക്വസ് ഹ്യൂമർ എന്ത് ചെയ്യുന്നു, വിട്രസ് ഹ്യൂമർ എന്ത് ചെയ്യുന്നു, അവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ അതെവിടെയാണ് കാണുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. നമ്മളിത് പഠിച്ച കാര്യങ്ങളായതുകൊണ്ടാണ് നമ്മൾ വേഗം ഇങ്ങനെ നോക്കി പോകുന്നത് കേട്ടോ. നമുക്ക് എല്ലാ പോർഷൻസും എല്ലാ ചാപ്റ്ററും നമുക്ക് കവർ ചെയ്യണം. അതുകൊണ്ടാണ് വേഗം നമ്മൾ നോക്കി പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ ഈ ഒരു പടം എന്ന് പറയുന്നത്? ഏതാണിത്? ഐഡൻറ്റിഫൈ എ ആൻഡ് ബി. ഏതൊക്കെയാണിത്? റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ്. Then which is the pigment in A? റോഡ് സെല്ലിൽ കാണുന്ന പിഗ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് റോഡ് സെല്ലിലെ പിഗ്മെന്റ്? ഏതാണ്? റോഡോപ്സിൻ. ഇനി which is the eye disorder related to B? B ആരാണ്? കോൺ സെൽസ് ആണ്. അപ്പോൾ കോൺ സെല്ലുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിസീസ് ഏതാണ്? കളർ ബ്ലൈൻഡ്നെസ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ്? റെറ്റിന ആൻഡ് ഫോട്ടോ റിസെപ്റ്റേഴ്സ്. നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ് ആർ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇൻ ദി റെറ്റിന. നമുക്കറിയാം പ്രധാനപ്പെട്ട ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? റോഡ് സെല്ലും കോൺ സെൽസുമാണ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി റോഡ് സെല്ലിൽ കാണുന്ന വിഷ്വൽ പിഗ്മെന്റ് പറഞ്ഞ പേരെന്താണ്? റോഡോപ്സിൻ. ഓർത്ത് ഇരിക്കുക കേട്ടോ. ഓരോന്നിനും കാണുന്ന വിഷ്വൽ പിഗ്മെന്റ് ഏതാണ്? റോഡ് സെല്ലിൽ കാണുന്ന വിഷ്വൽ പിഗ്മെന്റിന് പറയുന്ന പേരാണ് റോഡോപ്സിൻ. ഇനി റോഡോപ്സിൻ എന്തൊക്കെ ചേർന്നാണ് ഉണ്ടായേക്കുന്നത്? ദ പ്രോട്ടീൻ നെയിംഡ് ഓപ്സിൻ. ഓപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീനും അതേപോലെ തന്നെ റെറ്റിനാൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെറ്റിനാൽ എന്ന് പറയുന്ന പിഗ്മെന്റ് അതെന്താണ്? വൈറ്റമിൻ എയുടെ ഡെറിവേറ്റീവായ
റെറ്റിനാലും ചേർന്നിട്ടാണ് റോഡോപ്സിൻ ഫോം ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ഓപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീനും വൈറ്റമിൻ എയുടെ ഡെറിവേറ്റീവായ റെറ്റിനാലും ചേർന്നിട്ടാണ് റോഡോപ്സിൻ ഫോം ചെയ്തിരിക്കുന്നത്. ദെൻ ഇവരെന്ത് ചെയ്യുന്നു? വി ആർ ഏബിൾ ടു സീ ഒബ്ജക്ട്സ് ഇൻ ഡിം ലൈറ്റ്. അപ്പോൾ ഡിം ലൈറ്റിൽ കാഴ്ച സാധ്യമാക്കുന്ന ആരാണ്? റോഡ് സെല്ലുകളാണ്. ദ സെൽസ് കനോട്ട് ഡിറ്റക്ട് കളർ. അവർക്ക് കളർ ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധ്യമല്ല. പകരം അവരെന്ത് ചെയ്യുന്നു? ഡിം ലൈറ്റിൽ നമുക്ക് കാഴ്ച സാധ്യമാക്കുന്നവരാണ് ആരെന്ന് പറയുന്നത്? റോഡ് സെൽസ് എന്ന് പറയുന്നത്. കൃത്യമായോ? റോഡ് സെൽസ് അവരിൽ കാണപ്പെടുന്ന എന്തൊക്കെ പിഗ്മെന്റുകൾ ചേർന്നിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്? അവരുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ഇനി നമുക്ക് നോക്കാം. കോൺസെൽ, 2 ഫോട്ടോറിസെപ്റ്റേഴ്സ് ഉണ്ടല്ലേ? കോൺസെൽസും ഉണ്ട്, റോഡ് സെൽസും ഉണ്ട്. നമുക്കിനി കോൺസെൽസ് നോക്കാം. കോൺസെല്ലിലെ പിഗ്മെന്റ് ഏതാണ്? ഫോട്ടോപ്സിൻ ആണ്. റോഡ് സെൽസിൽ റോഡോപ്സിനും കോൺസെൽസിൽ ഏതാണ്? ഫോട്ടോപ്സിൻ. നമുക്ക് നോക്കാം. This pigment is also composed of opsin and retinal. അപ്പോൾ റോഡോപ്സിൻ കമ്പോസ് ചെയ്തിരിക്കുന്ന സെയിം പിഗ്മെന്റ് കൊണ്ട് തന്നെയാണ് ഫോട്ടോപ്സിനും ഫോം ചെയ്തിരിക്കുന്നത്. ഓപ്സിൻ ആൻഡ് റെറ്റിനാൽ. Corn cells help us to detect 3 primary colors of light: red, green and blue. അപ്പോൾ corn cellsന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? They detect 3 primary colors. നമുക്ക് കളേഴ്സിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നവരാണ് corn cells എന്ന് പറയുന്നത്. റെഡ്, ഗ്രീൻ, ബ്ലൂ തുടങ്ങിയ കളേഴ്സിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഫോട്ടോറിസെപ്റ്റേഴ്സ് ആണ് corn cells എന്ന് പറയുന്നത്. Then corn cells provide us with color vision. കളറിനെ തിരിച്ചറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നവരാണ് corn cells എന്ന് പറയുന്നത്. നമ്മൾ എന്തായിരുന്നു? റോഡ് സെൽസിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഡിം ലൈറ്റ് കാണാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. കോൺ സെൽസ് എന്ന് പറയുന്നത് കളർ വിഷന് നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ നെസസിറ്റി ഓഫ് ഇൻക്ലൂഡിങ് വൈറ്റമിൻ എ റിച്ച് ഫുഡ് ഐറ്റം ഇൻ ഡെയിലി ഡയറ്റ് ഫോർ ദ ഹെൽത്ത് ഓഫ് അവർ ഐസ്. നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് വൈറ്റമിൻ എ അടങ്ങിയ ഫുഡ് ഒരുപാട് കഴിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? നമ്മളിപ്പോൾ പറഞ്ഞതിനകത്ത് തന്നെയുണ്ട്. എന്താണ് കാരണം? Retinal, the pigment presented in the photoreceptors is formed from vitamin A. വൈറ്റമിൻ എയിൽ നിന്നുമാണ് റെറ്റിനാൽ എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ റെറ്റിനാൽ ഉണ്ടായെങ്കിൽ മാത്രമേ എന്ത് ഫോം ചെയ്യത്തുള്ളൂ? റോഡോപ്സിൻ ഫോം ചെയ്യുന്നുള്ളൂ. ഓക്കെ, വൈറ്റമിൻ എ ഉണ്ടെങ്കിൽ മാത്രമേ റെറ്റിനാൽ ഫോം ചെയ്യുന്നുള്ളൂ. റെറ്റിനാൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റോഡോപ്സിൻ ഫോം ചെയ്യുന്നുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പു ഫീൽസ് ഡിഫിക്കൽറ്റി ഓഫ് വിഷൻ ഇൻ ഡിം ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഡിം ലൈറ്റിൽ കാഴ്ച സാധ്യമാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഐഡൻറ്റിഫൈ ദ ഡിസീസ് ഫ്രം എമംഗ് ദി ഫോളോയിങ്. അപ്പോൾ ഇതിനകത്ത് ഏത് ഡിസീസാണ് അപ്പുവിനുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹീമോഫീലിയ, നൈറ്റ് ബ്ലൈൻഡ്നെസ്, ഗ്ലൂക്കോമ. ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് ഡിസീസ്? അപ്പോൾ ഏതാണ് അപ്പുവിനുണ്ടാകുന്ന ഡിസീസ്? ഏതാണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഡിം ലൈറ്റിൽ കാഴ്ച സാധ്യമാകുന്നില്ല. നമ്മളതിനെ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് ഡിസീസ്? അപ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണം എന്താണ്? കോസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. അപ്പോൾ വൈറ്റമിൻ എ ഇല്ലാത്തതിൻ്റെ അതുകൊണ്ടാണ്, ആ ഒരു ഡെഫിഷ്യൻസി മൂലമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡിസീസ്, നമ്മുടെ ഐയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ഒന്നാമത്തേത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. നമുക്ക് നോക്കാം. റെറ്റിനാൽ എ പാർട്ട് ഓഫ് ദ വിഷ്വൽ പിഗ്മെന്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം വൈറ്റമിൻ എ. നമ്മൾ കണ്ടു, വൈറ്റമിൻ എയിൽ നിന്നുമാണ് റെറ്റിനാൽ ഫോം ചെയ്യുന്നത്. ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ റിസൾട്ട് ഇൻ ദ ലോ പ്രൊഡക്ഷൻ ഓഫ് റെറ്റിനാൽ. വൈറ്റമിൻ എ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ റെറ്റിനാൽ ഫോം ചെയ്യുന്നില്ല. Thus in turn prevent the synthesis of rhodopsin. ഇനി റെറ്റിനാൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ റോഡോപ്സിന് ഉണ്ടാവുന്നില്ല. Objects cannot be seen clearly in dim light and this disease is called a night blindness. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? റോഡോപ്സിൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ റോഡ് സെൽസിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. റോഡ് സെല്ലാണ് ഡിം ലൈറ്റിൽ കാഴ്ച സാധ്യമാക്കുന്നല്ലേ. അപ്പോൾ വൈറ്റമിൻ എയും ഇല്ല, റെറ്റിനാലും ഇല്ല, റോഡോപ്സിനും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി കാഴ്ച സാധ്യമാകുന്നില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് സീറോഫ്താൽമി എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. അതും വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി തന്നെയാണ്. ദ കൺജങ്ക്റ്റീവ ആൻഡ് കോർണിയ ബിക്കം ഡ്രൈ ആൻഡ് ഒപ്പേക്ക്. അവിടെ സംഭവിക്കുന്നത് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം കൺജങ്ക്റ്റീവയും കോർണിയായും ഡ്രൈ ആയിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ്. ഇറ്റ് ലീഡ്സ് അൾട്ടിമേറ്റ്ലി ടു ബ്ലൈൻഡ്നെസ്. അപ്പോൾ അത് ബ്ലൈൻഡ്നെസ്സിന് കാരണമാകുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു സീറോഫ്താൽമി എന്ന് പറയുന്ന ഒരു അവസ്ഥ. അടുത്തതാണ് കളർ ബ്ലൈൻഡ്നെസ്. എന്താണ് കളർ ബ്ലൈൻഡ്നെസ്? സം പേഴ്സൺസ്
cannot distinguish green and red colors. ചില ആൾക്കാർക്ക് എന്താണ് ഗ്രീൻ അതുപോലെ റെഡ് കളറിനെ ഒന്നും തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ എന്ത് ഡെഫിഷ്യൻസി ആയിരിക്കും വന്നിരിക്കുന്നത്? എന്തിനുണ്ടായ ഡിഫക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞേ? കളർ വിഷന് സാധ്യമാകുന്നില്ല. അപ്പോൾ അവിടെ എന്തിനാണ് ഡിഫക്റ്റ് വന്നത്? എന്തിനാണ്? കോൺ സെൽസിന് അല്ലേ? കോൺ സെൽസ് ആണ് നമ്മളെ കളർ വിഷന് സഹായിക്കുന്നത്. അപ്പോൾ ഈ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ആൾക്ക് അവിടെ എന്താണ് ഡിഫക്റ്റ് വന്നത്? കോൺ സെൽസിനാണ് അവിടെ ഡിഫക്റ്റ് വരുന്നത്. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് കളർ ബ്ലൈൻഡ്നെസ്. അപ്പോൾ കോൺ സെൽസിനുണ്ടായ ഡിഫക്റ്റ് മൂലം ആൾക്ക് എന്താണ് കളേഴ്സിനെ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അടുത്താണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അക്വസ് ഹ്യൂമർ ഇസ് ദ ഫ്ലൂയിഡ് വിച്ച് നറീഷസ് ദ ടിഷ്യൂ ഇൻ ദ ഐ. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് അക്വസ് ഹ്യൂമർ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അക്വസ് ഹ്യൂമറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമുക്ക് ഐക്ക് നറീഷ്മെൻറ്റ് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? If the reabsorption of aqueous humor does not occur, it causes an increase in the pressure inside the eyes. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അക്വസ് ഹ്യൂമറിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അവർ ബ്ലഡിൽ നിന്ന് ഫോം ചെയ്യുന്നു, തിരിച്ച് ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഗ്ലോക്കോമ എന്ന് പറയുന്ന ആളുകളിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഉണ്ടാവുന്ന അക്വസ് ഹ്യൂമർ തിരിച്ച് ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യാതെ വരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ദാറ്റ് കോസസ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ പ്രഷർ ഇൻസൈഡ് ദി ഐസ്. അപ്പോൾ തിരിച്ച് റീഅബ്സോർബ് ചെയ്യാതെ വരുമ്പോൾ ഐസിൻ്റെ ഐയിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. ആ ഒരു അവസ്ഥയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. This causes damage to the retina and the photoreceptor cells and ultimately leads to blindness. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അത് റെറ്റിനയെയും അതേപോലെ തന്നെ ഫോട്ടോറിസെപ്റ്റർ സെല്ലുകളെയൊക്കെ ബാധിക്കും. ആൻഡ് ദാറ്റ് ഫൈനലി ലീഡ്സ് ടു ബ്ലൈൻഡ്നെസ്. അടുത്ത അവസ്ഥയാണ് കാറ്ററാക്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ലെൻസ് ഓഫ് ദി ഐസ് ബിക്കം ഒപ്പേക്ക് റിസൾട്ടിങ് ഇൻ ബ്ലൈൻഡ്നെസ്. അപ്പോൾ ഇവിടുത്തെ അവസ്ഥയെന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ ലെൻസ് ഒപ്പേക്ക് ആകുന്ന ഒരു അവസ്ഥയാണ് കാറ്ററാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വിഷൻ സാധ്യമാകുന്നില്ല. അടുത്തത് കൺജങ്ക്റ്റിവിറ്റിസ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് ആൻ ഇൻഫെക്ഷൻ ഓഫ് ദി കൺജങ്ക്റ്റീവ. അപ്പോൾ കൺജങ്ക്റ്റീവ എന്ന് പറഞ്ഞ ലെയർ നമ്മൾ പറഞ്ഞു. ആ കൺജങ്ക്റ്റീവ ലെയറിനുണ്ടാകുന്ന ഇൻഫെക്ഷനാണ് കൺജങ്ക്റ്റിവിറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം. ദ കോസേറ്റീവ് ഓർഗാനിസം മേ ബി ബാക്ടീരിയ, വൈറസ്. അപ്പോൾ ആ ഇൻഫെക്ഷന് കാരണമായിട്ടുള്ളത് ആരാണ്? ബാക്ടീരിയ ആവാം, വൈറസ് ആവാം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് ഐയിൽ പഠിക്കാനായിട്ടുള്ള ഐയുമായി ബന്ധപ്പെട്ട കുറേയധികം ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് നോക്കുക. അത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ ഡയഗ്രാം ഗിവൺ ബിലോ, ഐഡൻറ്റിഫൈ ദ പാർട്സ് ആൻഡ് ലേബിൾ ഇറ്റ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ തന്നിട്ടില്ല, നമുക്കത് അവോയ്ഡ് ചെയ്ത ഏരിയ തന്നെയാണ്. പക്ഷെ നമുക്കറിയാം നമുക്ക് ഇത്തവണ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ, നമുക്ക് 80 ക്വസ്റ്റ്യനോളം നമുക്ക് ബയോളജി തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ചിരുന്നു അല്ലേ, ഈ ഒരു പോർഷനൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും ഒന്നും കൂടി ഇട്ടത്. ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ഒരു പാർട്സൊക്കെ നോക്കി പോകാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് സ്ട്രെസ് ചെയ്ത് അതിൻ്റെ പഠിക്കണമെന്നില്ല, എന്നാലും നിങ്ങൾ വായിച്ചു പോകുന്ന കൂടെ ഇതും കൂടി നോക്കി പോവുക. ഓക്കെ, നോക്കാം. കണക്ട്സ് ദ മിഡിൽ ഇയർ വിത്ത് ദ ഫാരിങ്സ്. നമുക്ക് ഓരോന്ന് ലേബൽ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. മിഡിൽ ഇയറിനെയും ഫാരിങ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഏതാണ്? നമുക്കറിയാം ഏതാണ്? യൂസ്റ്റാക്കിയൻ ട്യൂബ്. അടുത്തത് ഓഡിറ്ററി റിസപ്റ്റർ ഹെയർ സെൽസ് ആർ പ്രസൻറ്റ്. ഹെയർ സെൽസ് കാണപ്പെടുന്നത് എവിടെയാണ്? ഓഡിറ്ററി റിസപ്റ്റർ ഹെയർ സെൽസ് കാണുന്നത് എവിടെയാണ്? കോക്ലിയ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പേരുകൾ മാത്രം നിങ്ങളൊന്ന് ഓടിച്ച് നോക്കി വിടുക. അടുത്തത് സെപ്പറേറ്റ് ദ എക്സ്റ്റേണൽ ഇയർ ഫ്രം ദ മിഡിൽ ഇയർ. എക്സ്റ്റേണൽ ഇയറിനെ മിഡിൽ ഇയറിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് നടത്തുന്നത് ആരാണ്? ടിംബാനം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കറിയാം ഇയറിനെ പ്രധാനമായിട്ടും 3ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ? എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്റേണൽ ഇയർ എന്നിങ്ങനെ 3ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്നൊന്ന് പെട്ടെന്ന് നോക്കാം. എക്സ്റ്റേണൽ ഇയറിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്? പിന്നെ ഓഡിറ്ററി കനാൽ ആൻഡ് ടിംബാനം. പിന്നെ എന്താണ്? ഏറ്റവും പുറമെ നമുക്ക് കാണുന്ന ഏരിയ ആണല്ലേ. പിന്നെ എന്ത് ചെയ്യുന്നു? സൗണ്ട് വേവ്സിനെ കളക്ട് ചെയ്ത് ഓഡിറ്ററി കനാലിലേക്ക് കൊടുക്കുന്നു. ഇനി ഓഡിറ്ററി കനാൽ എന്ത് ചെയ്യുന്നു? സൗണ്ട് വേവ്സിനെ ക്യാരി ചെയ്ത് ടിംബാനത്തിലേക്ക് കൊടുക്കുന്നു. ഇനി ടിംബാനം എന്താ ചെയ്യുന്ന? ഒരു തിൻ സർക്കുലാർ മെംബ്രെയിൻ ആണ്. എക്സ്റ്റേണൽ ഇയറിനെയും മിഡിൽ ഇയറിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നവരാണ് ടിംബാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ ജസ്റ്റ് വായിച്ചു വിടുക. നമ്മൾ ഒന്നും സ്കിപ്പ് ചെയ്ത് പോകരുത്. നമുക്കറിയാം ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വായിച്ചു വിടുക. അടുത്തതാണ് മിഡിൽ ഇയർ ആണ്. മിഡിൽ ഇയറിനകത്ത് ആരൊക്കെയാണ് വരുന്നത്? പ്രധാനമായിട്ടും ഇയർ ഓസിക്കൽസും യൂസ്റ്റാക്കിയൻ ട്യൂബാണ്. ഇയർ ഓസിക്കൽസിനകത്ത് ആരൊക്കെ വരും? മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പീസ്. അപ്പോൾ ഈ ഓസിക്കിൾ എന്താ ചെയ്യുന്നത്? ആംപ്ലിഫൈ ആൻഡ് ട്രാൻസ്മിറ്റ് ദ വൈബ്രേഷൻ ഓഫ് ദ ടിംബാനം ടു ദി ഇന്റേണൽ ഇയർ. ടിംബാനത്തിൽ ഉണ്ടാകുന്ന വൈബ്രേഷനെ ഇന്റേണൽ ഇയറിലേക്ക് കൊടുക്കുന്നവരാണ് ആര്? ഇയർ ഓസിക്കിൾസ് എന്ന് പറയുന്നത്.
അടുത്താണ് യൂസ്റ്റാക്കിയൻ ട്യൂബ്. ജസ്റ്റ് ഓർത്ത് വെക്കുക, കണക്ട് ദ മിഡിൽ ഇയർ ആൻഡ് ഫാരിങ്സ്. മിഡിൽ ഇയറിനെയും ഫാരിങ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നവരാണ് യൂസ്റ്റാക്കിയൻ ട്യൂബ് എന്ന് പറയുന്നത്. അടുത്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മുടെ ഇന്റേണൽ ഇയർ അല്ലേ. എക്സ്റ്റേണൽ ഇയർ കഴിഞ്ഞു, മിഡിൽ ഇയർ, ദെൻ ഇന്റേണൽ ഇയർ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കുക സെമി സർക്കുലർ കനാൽസ്, വെസ്റ്റിബ്യൂള്, കോക്ലിയ. അതിനകത്ത് സെമി സർക്കുലർ കനാൽസും വെസ്റ്റിബ്യൂളും എന്തിനു നമ്മളെ സഹായിക്കുന്നത്? നമ്മുടെ ബോഡി ബാലൻസിങ്ങിനെ സഹായിക്കുന്ന ആൾക്കാരാണ് സെമി സർക്കുലർ കനാൽസും വെസ്റ്റിബ്യൂൾസ് എന്ന് പറയുന്നത്. ഇനി കോക്ലിയ എന്തിനു സഹായിക്കുന്നു? കോക്ലിയ ഹെൽപ്സ് ഇൻ ഹിയറിംഗ്. അപ്പം കേൾവിക്ക് സഹായിക്കുന്ന ഇന്റേണൽ ഇയറിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് കോക്ലിയായും ബോഡി ബാലൻസിനെ സഹായിക്കുന്നത് സെമി സർക്കുലർ കനാൽസും വെസ്റ്റിബ്യൂളുമാണ് സഹായിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഏറ്റവും ഇത് നമ്മൾ പഠിച്ച സെയിം കാര്യം തന്നെയാണ്. നോക്കാം, ഏറ്റവും പുറമേ ഉള്ളതല്ലേ പിന്നെയാണ്. പിന്നെ സൗണ്ട് വേവ്സിനെ കളക്ട് ചെയ്ത് ഓഡിറ്ററി കനാലിലേക്ക് കൊടുക്കുന്നു. അതിനുശേഷം ടിമ്പാനത്തിൽ വൈബ്രേഷൻ ഉണ്ടാകുന്നു. ദെൻ ഇയർ ഓസിക്കിൾസിൽ ആ വൈബ്രേഷൻ ചെല്ലുന്നു, ഓവൽ വിൻഡോയിൽ ചെല്ലുന്നു. അതിനുശേഷം കോക്ലിയയിലെ ഫ്ലൂയിഡിന് മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നു. ദെൻ ഹെയർ സെൽസിൽ എത്തുന്നു, ഹെയർ സെൽസ് സ്റ്റിമുലേറ്റഡ് ആകുന്നു. ദെൻ ഹെയർ സെൽസ് സ്റ്റിമുലേറ്റഡ് ആയ അവിടെ എന്ത് സംഭവിക്കുന്നു? ഇമ്പൾസ് ഫോം ചെയ്യുന്നു. ആ ഇമ്പൾസ് ഓഡിറ്ററി നെർവ് വഴി എവിടെ എത്തുന്നു? സെറിബ്രത്തിൽ എത്തുന്നു. ദെൻ സെൻസ് ഓഫ് ഹിയറിംഗ്. ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ ഓഡിറ്ററി കനാൽ നിങ്ങളൊന്ന് എഴുതി വെക്കുക. പിന്നെ ഓഡിറ്ററി കനാൽ, ടിമ്പാനം, ഇയർ ഓസിക്കിൾസ്, ഓവൽ വിൻഡോ, കോക്ലിയ, ഹെയർ സെൽസ്, ഇമ്പൾസസ്, ഓഡിറ്ററി നെർവ്, സെറിബ്രം, ദെൻ സെൻസ് ഓഫ് ഹിയറിംഗ്. Then അടുത്ത ക്വസ്റ്റ്യൻ, given below are the different stages of experiencing taste. Analyze and arrange them in the correct order. അപ്പോൾ ടേസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലോ ചാർട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് കറക്റ്റ് ഓർഡറിലേക്ക് ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. എക്സ്പീരിയൻസ് ഓഫ് ടേസ്റ്റ് വളരെ സിമ്പിൾ ആണത് അല്ലേ. എക്സ്പീരിയൻസ് ഓഫ് ടേസ്റ്റ് കോസസ് ഇമ്പൾസസ്, ഫുഡ് പാർട്ടിക്കിൾസ് dissolve in saliva, reaches taste buds, impulses reach the brain, കീമോറിസെപ്റ്റേഴ്സ് ഗെറ്റ് സ്റ്റിമുലേറ്റഡ്. ഒന്ന് ഓർഡർ ആക്കിയാൽ എങ്ങനെ പറയാം നമുക്ക്? ഏറ്റവും ആദ്യം തന്നെ എന്താണ്? ഫുഡ് പാർട്ടിക്കിൾസ് ഡിസോൾവ് ഇൻ സലൈവ. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫുഡ് പാർട്ടിക്കിൾസ് സലൈവയിൽ മിക്സ് ചെയ്യുന്നു. ഇനി എന്താണ്? റീച്ചസ് ടേസ്റ്റ് ബഡ്സ്. നമുക്കറിയാം നമ്മുടെ ടങ്ങിൽ ടേസ്റ്റ് ബഡ്സ് കാണപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫുഡ് പാർട്ടിക്കിൾസ് ടേസ്റ്റ് ബഡിൽ എത്തുന്നു. ദെൻ അങ്ങനെ ടേസ്റ്റ് ബഡിൽ എത്തിയാൽ എന്ത് സംഭവിക്കുന്നത്? കീമോ റിസെപ്റ്റേഴ്സ് ഗെറ്റ് സ്റ്റിമുലേറ്റഡ്. അപ്പോൾ അവിടെയുള്ള കീമോ റിസെപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആകുന്നു. ഇനി സ്റ്റിമുലേഷൻ നടന്നാൽ അവിടെ എന്ത് സംഭവിക്കും? ഉടനെ തന്നെ ഇമ്പൾസ് ഫോം ചെയ്യും, കോസസ് ഇമ്പൾസസ്. ദെൻ ഇമ്പൾസസ് റീച്ച് ദ ബ്രെയിൻ. ദെൻ ഇമ്പൾസ് എവിടെ ചെല്ലുന്നു? ബ്രെയിനിൽ ചെല്ലുന്നു. ദെൻ എക്സ്പീരിയൻസ് ഓഫ് ടേസ്റ്റ്. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചത് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. പടം കാണുമ്പോൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ ഏതാണെന്ന്? വിച്ച് ഈസ് ദ റിസപ്റ്റർ സീൻ ഇൻ ദ ഫിഗർ. ഇത് ഏത് റിസപ്റ്ററാണ് കാണിച്ചിരിക്കുന്നത്? ഏതാണ്? ഓൾഫാക്ടറി റിസപ്റ്റർ ആണ് കാണിച്ചിരിക്കുന്നത്. വിച്ച് സെൻസ് ഓർഗൻ ഈസ് ദിസ് റിസപ്റ്റർ സീൻ ഇൻ. ഏത് സെൻസ് ഓർഗനിലാണ് ഇത് കാണുന്നത്? നോസ് അല്ലേ. നമുക്ക് നോസിൽ കാണുന്നതാണ് ഓൾഫാക്ടറി റിസപ്റ്റർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദിസ് റിസപ്റ്റർ? എന്താണ് റിസപ്റ്ററിന്റെ ഫങ്ഷൻ? എന്താണ്? ഗെറ്റ് സ്റ്റിമുലേറ്റഡ് ബൈ അരോമാറ്റിക് പാർട്ടിക്കിൾസ് ആൻഡ് ജനറേറ്റ് ഇമ്പൾസസ്. അപ്പോൾ അരോമാറ്റിക് പാർട്ടിക്കിൾസ് വരുമ്പോൾ സ്റ്റിമുലേറ്റഡ് ആകുന്നു. അങ്ങനെ ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഈ പടമൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഓൾഫാക്ടറി നെർവ്, മ്യൂക്കസ് ഗ്ലാൻഡ്, ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്, നേസൽ ക്യാവിറ്റി. അപ്പോൾ ഓൾഫാക്ടറി റിസപ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു പടം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ കൃത്യമായിട്ട് ആ ചാപ്റ്റർ വായിച്ചിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനകത്ത് ഓർത്തിരിക്കേണ്ടത് ഐ ആണ്. ഐയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേ കാര്യങ്ങളാണ് നമുക്ക് ഫോക്കസ് ഏരിയ തന്നിട്ടുള്ളത്. എങ്കിലും ബാക്കി പോർഷൻസ് നിങ്ങൾ ഒന്നും കൂടി വായിച്ച് നോക്കേണ്ടതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്. ഹോർമോൺസുമായി ബന്ധപ്പെട്ട കുറേ അധികം കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് നോക്കാം. ആക്ഷൻ ഓഫ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോഗോൺ. ദെൻ ഡയബറ്റിസ്, regulation of level of calcium in blood, gigantism, dwarfism, acromegaly, causes, symptoms, then pheromones, plant hormones. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്തോളുക. അതിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സാമിൻ ദ ഗ്രാഫ് ഇൻഡിക്കേറ്റിംഗ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഓഫ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പുള്ള ചില ആൾക്കാരുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലാണ് ഈ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ്
ABCD എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളിലാണ്. അപ്പോൾ എയിൽ കാണിച്ചിരിക്കുന്ന ആൾക്ക് 70 ആണ് കാണിക്കുന്നത്, ബി വരുന്ന ആൾക്ക് 140, സിക്ക് 110, ഡി വരുന്ന ആൾക്ക് 90 ആണ്, 90 ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇൻഡിവിജ്വൽ ഈസ് എഫക്റ്റഡ് ബൈ ഡയബറ്റീസ് മെലിറ്റസ്? ഇപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഡയബറ്റീസ് മെലിറ്റസ് ഉള്ളത് ഏത് വ്യക്തിയിലാണ്? ആരിലായിരിക്കും? ഷുവറായിട്ട് അറിയാമല്ലേ ആരാണ് വ്യക്തി അല്ലേ? പേഴ്സൺ ബിയിലാണ്, 140 കാണിച്ചിരിക്കുന്ന ആളിലാണ് ഡയബറ്റീസ് മെലിറ്റസ് വരാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ. റൈറ്റ് 2 ആക്ഷൻസ് ഓഫ് ഇൻസുലിൻ ടു പ്രിവെൻറ്റ് ദ റൈസ് ഇൻ ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്. അപ്പോൾ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ്റെ ആക്ഷൻ എന്താണ്? ഇൻസുലിൻ എന്താ ചെയ്യുന്നത്? എൻഹാൻസസ് ദ എൻട്രി ഗ്ലൂക്കോസ് ഇൻ ടു ദ സെൽ. അപ്പോൾ ബ്ലഡിലേക്ക് അധികം കലരാതെ സെല്ലിലേക്ക് അബ്സോർബ് ചെയ്ത് വെക്കാൻ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഇറ്റ് കൺവേർട്ട് ഗ്ലൂക്കോസ് ടു ഗ്ലൈക്കോജൻ. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്തും ഇൻസുലിൻ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിൻ്റെ അളവിനെ കുറച്ച് നിർത്തുന്നു. അടുത്തത്, വൈ ഡു പീപ്പിൾ ഹാവിങ് ഡയബറ്റീസ് മെലിറ്റസ് എക്സ്പീരിയൻസ് എക്സ്ട്രീം ഫറ്റീഗ? അപ്പോൾ ഈ ഒരു അസുഖമുള്ളവരിൽ അവർക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും അല്ലേ? അതിൻ്റെ കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഗ്ലൂക്കോസ് ഇസ് നോട്ട് റീച്ചിങ് ദ സെൽ. അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ എന്താ സംഭവിക്കുന്നത്? ഡയബറ്റീസ് മെലിറ്റസ് ഉള്ളവരിൽ ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറഞ്ഞിരിക്കുന്നത് കൂടുതലാണ്, പക്ഷെ അവർക്കത് കറക്റ്റായിട്ടുള്ള അളവിൽ അവർക്ക് അത് സെല്ലിൽ എത്തുന്നില്ല. എനർജി പ്രൊഡക്ഷൻ ഡിക്രീസസ്. അപ്പോൾ സെല്ലിൽ ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ എന്താണ്? എനർജി പ്രൊഡക്ഷൻ നടക്കുന്നില്ല. എക്സസ് എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് ഇസ് എലിമിനേറ്റഡ് ത്രൂ യൂറിൻ. ഇപ്പോൾ യൂറിനിലൂടെ അത് എന്താണ് എക്സസ് ആയിട്ടുണ്ടാകുന്നത് എലിമിനേറ്റ് ആയിട്ട് പോകുന്നു. അപ്പോൾ അവർക്ക് സെല്ലിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോഴാണ് അവർക്ക് ഈ ഒരു ഫറ്റീഗ് എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് നമുക്കറിയാം ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഇൻസുലിൻ എന്ത് ചെയ്യുന്നു? എങ്ങനെയാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഗ്ലൂക്കോസ് ലെവലിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ്, സെൽസിൽ ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതേപോലെ കൺവേർട്ട് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ ഇൻ ദ ലിവർ ആൻഡ് ദി മസിൽ. ഒരുപാട് ഗ്ലൂക്കോസ് ആയി കഴിയുമ്പോൾ അതിനെ ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്ത് ലിവറിലും മസിലിലും അതിനെ സൂക്ഷിച്ചു വെക്കുന്നു. ഇനി ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് ഒരുപാട് കുറഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ അങ്ങനെ കുറയാൻ പാടില്ല. ഇൻ കേസ് കുറഞ്ഞു പോയാൽ അതിനെ കൂട്ടാൻ ആരുണ്ട്? ഗ്ലൂക്കഗോൺ ഉണ്ട്. അവരെന്ത് ചെയ്യുന്നു? കൺവേർട്സ് ദ ഗ്ലൈക്കോജൻ സ്റ്റോർഡ് ഇൻ ദ ലിവർ ടു ഗ്ലൂക്കോസ്. അവർ നേരെ തിരിച്ചു ചെയ്യും. ലിവറിലും ഗ്ലൂക്കോസിലും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആയിട്ട് കൊണ്ടുവരുന്നവരാണ് ഗ്ലൂക്കഗോൺ ചെയ്യുന്നത്. അതേപോലെ സിന്തസൈസസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്. അതേപോലെ എന്ത് ചെയ്യുന്നു? അമിനോ ആസിഡിൽ നിന്നും ഗ്ലൂക്കോസിനെ സിന്തസൈസ് ചെയ്യുന്നു. അപ്പോൾ രണ്ടുപേരും രണ്ട് ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ് ചെയ്യുന്നത്. ഇൻസുലിൻ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിക്കഴിയുമ്പോൾ അതിനെ കുറയ്ക്കുന്നു. ഇനി ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞാൽ അതിനെ കൂട്ടാനായിട്ടും സഹായിക്കുന്നു. ഓക്കെ, അപ്പം ഈ സെയിം കാര്യം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പാൻക്രിയാസിൽ സെൽ ക്ലസ്റ്റർ ആണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നു? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൻ്റെ ബീറ്റ സെൽസ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നു? ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നു. അവരെന്തിന് സഹായിക്കുന്നു? ബ്ലഡ് ഷുഗറിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ഇനി ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ സെൽസ് ആണ് ഗ്ലൂക്കഗോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യുന്നു? ബ്ലഡ് ഷുഗറിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ദ നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ഈസ് 70 to 110 mg/100 ml. അപ്പോൾ 70 മുതൽ 110 വരെയാണ് നോർമൽ ആയിട്ടുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത്. ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. അപ്പോൾ ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗോണിൻ്റെയും കമ്പൈൻഡ് ആക്ഷൻ മൂലമാണ് ബ്ലഡിലെ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത്. നമുക്ക് നോക്കാം. പ്രധാനമായിട്ടുള്ള ഡയബറ്റിസ് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ പറയുന്നുണ്ട്. ഡയബറ്റിസ് ടൈപ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമുക്ക് 2 പഠിക്കാനായിട്ടുണ്ട്. ടൈപ്പ് 1 ഡയബറ്റിസ് എന്താണ് അതിൻ്റെ പ്രത്യേകത? ദ റീസൺ ഫോർ ടൈപ്പ് 1 ഡയബറ്റിസ് ഈസ് ദ ഡിഫക്റ്റീവ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ. ഇൻസുലിൻ്റെ പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന ഒരു കുറവാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ദ റീസൺ ഫോർ ദിസ് ഈസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് പാൻക്രിയാറ്റിക് ബീറ്റ സെൽസ്. അപ്പോൾ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ബീറ്റ സെൽസിൻ്റെ ഡിസ്ട്രക്ഷൻ ആണ് അവിടെ ഇൻസുലിൻ്റെ കുറവായിട്ടുള്ള ആ ഒരു പ്രൊഡക്ഷന് കാരണം. ബൈ T lymphocyte എ കൈൻഡ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ്. അപ്പോൾ ഡയബറ്റീസ് 1 ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ കാരണം ബീറ്റ സെൽസിൻ്റെ ഡിസ്ട്രക്ഷൻ ആണ്. അതുവഴി എന്ത് സംഭവിക്കുന്നു? ഇൻസുലിൻ അവിടെ ഫോം ചെയ്യുന്നില്ല. പ്രൊവൈഡിങ് ഇൻസുലിൻ ഇൻ പ്രോപ്പർ ക്വാണ്ടിറ്റി ഈസ് എ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അവിടെ ചെയ്യാവുന്നത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ഇൻസുലിനെ കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതായിരിക്കും.
ഇനി ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ റീസൺ ഇതാണ്. റീസൺ ഫോർ ടൈപ്പ് 2 ഡയബറ്റീസ് ഈസ് ദ ഇന്നബിലിറ്റി ഓഫ് ടാർഗറ്റ് സെൽ ടു മേക്ക് യൂസ് ഓഫ് ഇൻസുലിൻ. അപ്പോൾ ടൈപ്പ് 2ൻ്റെ കാരണം ഇവിടെ ഇൻസുലിൻ ഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനെ കറക്റ്റായിട്ട് ടാർഗറ്റ് സെല്ലിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നു. അതെന്തുകൊണ്ടാണ്? ഒബീസിറ്റി ആൻഡ് ജീൻ ഡിഫക്ട്സ് ആർ ദ റീസൺ ഫോർ ദിസ് ഡിസീസ്. നമ്മൾ ആദ്യം പറഞ്ഞ ടൈപ്പ് 1ലാണെങ്കിൽ ഇൻസുലിൻ അവിടെ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല. ടൈപ്പ് 2ലേക്ക് വരുമ്പോൾ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും ടാർഗറ്റ് സെല്ലിന് അതിനെ യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതാണ് അതിൻ്റെ അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ റീസൺ എന്തൊക്കെയാണ്? ഒബീസിറ്റി ആൻഡ് ജീൻ ഡിഫക്ട്സ്. അതേപോലെ തന്നെ ദിസ് ക്യാൻ ബി കൺട്രോൾഡ് ത്രൂ എക്സസൈസ്, കൺട്രോൾ ഓഫ് ഫുഡ് ആൻഡ് യൂസ് ഓഫ് മെഡിസിൻസ് ഇഫ് നെസസറി. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്കിതിനെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട വേറൊരു ടോപ്പിക്കാണ് ഫങ്ഷൻ ഓഫ് തൈറോക്സിൻ. തൈറോക്സിൻ്റെ ഫങ്ഷൻസ് ഓർത്തിരിക്കുക, വേറൊരു ടോപ്പിക്ക് തന്നെയാണ്. എന്തൊക്കെയാണ് ഫങ്ഷൻസ്? ഇൻക്രീസസ് energy production, raises the rate of metabolism, regulates growth in children, accelerate the growth and development of the brain in the fetal stage and infancy. നമുക്ക് ഫോക്കസ് ഏരിയയിൽ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു തൈറോക്സിൻ്റെ ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി തൈറോക്സിനുമായി ബന്ധപ്പെട്ട് വരുന്ന 2 കണ്ടീഷനാണ് ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും. ഹൈപ്പോ തൈറോയിഡിസം എന്താണെന്നറിയാം? തൈറോക്സിൻ്റെ അളവ് കുറയുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ്. അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥയാണ് ക്രെട്ടനിസവും മെക്സിഡിമ. ക്രെട്ടനിസം കുട്ടികളിൽ ഉണ്ടാകുന്നു, മെക്സിഡിമ മുതിർന്നവരിലാണ് ഉണ്ടാകുന്നത്. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തൈറോക്സിൻ്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Maintenance of the level of calcium in the blood is illustrated below. Analyze it and answer the following questions. അപ്പോൾ കാൽഷ്യത്തിൻ്റെ അളവിനെ ബ്ലഡിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നു എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ബ്ലഡ്, എക്സ്ചേഞ്ച് ഓഫ് കാൽഷ്യം, ബോൺസ്, ഇതാണ് തന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ഹോർമോൺ ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നതിൽ ഈ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഹോർമോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത്, ബോൺസിൽ നിന്നും ബ്ലഡിലേക്കാണ് വരുന്നത്. അപ്പോൾ ഏതാണെന്ന് കൃത്യമായിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഈ ആരോ മാർക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഏതാണ് എക്സ് എന്ന് കാണിച്ചിരിക്കുന്ന ഹോർമോൺ? നമുക്ക് നോക്കാം. ഏതാണ്? പാരാതോർമോൺ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് ദ ഹോർമോൺ വൈ? ഇനി ഹോർമോൺ വൈ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ഗ്ലാൻഡാണ്? തൈറോയിഡ് ഗ്ലാൻഡാണ് സെക്രീറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. റൈറ്റ് അനദർ ആക്ടിവിറ്റി പെർഫോംഡ് ബൈ എക്സ് ടു റേസ് ദ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്. അപ്പോൾ ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ ലെവലിനെ കൂട്ടാൻ വേണ്ടി എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഹോർമോൺ ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത്? ഹെൽപ്സ് ഇൻ ദ റീ അബ്സോർപ്ഷൻ. പാരാതോർമോൺ എന്താണ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഹെൽപ്സ് ഇൻ ദ റീ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ഫ്രം കിഡ്നി. അപ്പോൾ കിഡ്നിയിൽ നിന്നും കാൽഷ്യത്തിനെ കൊണ്ടുവന്ന് റീ അബ്സോർബ് ചെയ്ത് കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടുകയാണ് പാരാതോർമോൺ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നിരിക്കുന്ന ഒരു പടം. ഇതാണ്, നമുക്ക് നോക്കാം. ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് 9 to 11 mg/100 ml ആണ്. ഇനി ഈ ഒരു ലെവലിൽ നിന്നും കാൽഷ്യത്തിൻ്റെ അളവ് ബ്ലഡിൽ ഇൻക്രീസ് ചെയ്യുവാണെന്ന് വിചാരിക്കുക. ഇൻക്രീസ് ചെയ്താൽ അവിടെ എന്ത് സംഭവിക്കുന്നു? തൈറോയ്ഡ് ഗ്ലാൻഡ് ഏത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു? കാൽസിറ്റോണിൻ സെക്രീറ്റ് ചെയ്യുന്നു. നോർമൽ ലെവലിൽ നിന്നും ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡ് കാൽസിറ്റോണിൻ സെക്രീറ്റ് ചെയ്യും. അവരെന്താ ചെയ്യുന്നത്? അളവ് കുറയ്ക്കണം അല്ലേ? കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കണം. എന്ത് ചെയ്യണം നമുക്കതിന്? പ്രിവെൻറ്റ് ദി പ്രോസസ് ഓഫ് മിക്സിംഗ് ഓഫ് കാൽഷ്യം ഫ്രം ബോൺസ് ടു ബ്ലഡ്. ബോണിൽ നിന്നും ബ്ലഡിലേക്ക് വരുന്നതിനെ തടഞ്ഞു വയ്ക്കുന്നു. സ്റ്റോർ ദി എക്സസ് കാൽഷ്യം ഫ്രം ബ്ലഡ് ടു ബോൺസ്. അതേപോലെ എക്സസ് ആയിട്ട് ബ്ലഡിലുള്ളതിനെ തിരിച്ച് ബോൺസിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും കാൽഷ്യത്തിൻ്റെ അളവിനെ കുറയ്ക്കാൻ സഹായിക്കുന്നവരാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, കാൽഷ്യത്തിൻ്റെ അളവ് ഡിക്രീസ് ചെയ്തു. നോർമൽ ലെവലിൽ നിന്നും ഈ 9 to 11 എന്ന് പറയുന്ന നോർമൽ ലെവലിൽ നിന്നും കുറഞ്ഞു പോയി എന്ന് വിചാരിക്കുക. അവിടെ എന്ത് സംഭവിക്കുന്നു? പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് പാരാതോർമോൺ. ഇവിടെ എന്താണ്? പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പാരാതോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നു. അവരെന്തായിരിക്കും ചെയ്യുന്നത്? കാൽഷ്യത്തിൻ്റെ അളവിനെ കൂട്ടും. അത് എങ്ങനെയാണ് കൂട്ടുന്നത്? ഇവിടെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റ് കാര്യമായിരിക്കും ഇവിടെ ചെയ്യുക. റീഅബ്സോർബ് കാൽഷ്യം ഫ്രം കിഡ്നി ടു ബ്ലഡ്. കിഡ്നിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കാൽഷ്യത്തിനെ തിരിച്ച് ബ്ലഡിലേക്ക് കൊണ്ടുവരുന്നു. അതേപോലെ പ്രിവെൻറ്റ് ദി സ്റ്റോറേജ് ഓഫ് കാൽഷ്യം ഇൻ ബോൺസ്. ബോൺസിൽ കാൽഷ്യത്തിനെ സ്റ്റോർ ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്ത് അത് ബ്ലഡിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നവരാണ്
പാരാതോർമോൺ. രണ്ടുപേരും രണ്ട് ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നു. തൈറോയ്ഡ് ഗ്ലാൻഡ് കാൽസിറ്റോണിൻ സെക്രിയേറ്റ് ചെയ്ത് കാൽഷ്യത്തിൻ്റെ അളവിനെ കൂട്ടുന്നു. പാരാതോർമോൺ എന്ത് ചെയ്തു? കാൽഷ്യത്തിൻ്റെ അളവിനെ കൂട്ടാനായിട്ടും സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ രണ്ടുപേരും രണ്ട് ഫംഗ്ഷനാണ് ചെയ്യുന്നത്. തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നു? ഇവിടെ കാൽഷ്യത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അതിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അതേപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനെ കൂട്ടാനായിട്ടും സഹായിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Given in the table belongs to growth hormone, complete the table suitably. അപ്പോൾ ഗ്രോത്ത് ഹോർമോണുമായി ബന്ധപ്പെട്ട ടേബിളാണ് തന്നേക്കുന്നത്, അത് ഫില്ല് ചെയ്യാം. അപ്പോൾ ഡിസീസ് തന്നിട്ടുണ്ട്. കണ്ടീഷൻ ഓഫ് ഹോർമോൺ, ഡെഫിഷ്യൻസി ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഡ്യൂറിങ് ഗ്രോത്ത് ഫേസ്. ഗ്രോത്ത് ഫേസിൻ്റെ സമയത്ത് ഈ ഒരു ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് കുറയുന്ന ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? ഇനി അതിൻ്റെ സിംറ്റം പറഞ്ഞിട്ടുണ്ട്, സ്റ്റണ്ടഡ് ഗ്രോത്ത്. ഏതായിരുന്നു ആ അവസ്ഥ? ഏതാണ്? ഡ്വാർഫിസം. അടുത്തത് ജൈജാൻഡിസത്തിൻ്റെ കണ്ടീഷൻ എന്താണ്? അതിൻ്റെ സിംറ്റം എന്താണ്? ജൈജാൻഡിസത്തിൻ്റെ അവസ്ഥ എന്താണ്? എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഡ്യൂറിങ് ദ ഗ്രോത്ത് ഫേസ്. ഗ്രോത്ത് ഫേസിൻ്റെ സമയത്ത് എക്സസീവായിട്ട് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അതാണ് ജൈജാൻഡിസം എന്ന് പറയുന്നത്. അതിൻ്റെ സിംറ്റം എന്തായിരുന്നു? എക്സസീവ് ഗ്രോത്ത് ഓഫ് ദി ബോഡി. നോർമൽ ലെവലിൽ നിന്നും ഒരുപാട് ബോഡി ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് ജൈജാൻഡിസത്തിന് കാരണം. ഇനി അടുത്തത് അക്രോമെഗാലിയുടെ കണ്ടീഷൻ എന്താണ്? അതിൻ്റെ സിംറ്റം എന്താണെന്ന് നോക്കാം. എന്താണ് അക്രോമെഗാലിക്ക് കാരണം? എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ ആഫ്റ്റർ ദി ഗ്രോത്ത് ഫേസ്. ഗ്രോത്ത് ഫേസിന് ശേഷം ഈ സൊമാറ്റോട്രോപ്പിൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു അവസ്ഥയാണ് അക്രോമെഗാലിക്ക് കാരണം. ഇനി അവിടെ എന്താണ് സിംറ്റം? ഗ്രോത്ത് ഓഫ് ദ ബോൺസ് ഓൺ ഫേസ്, ജോസ് ആൻഡ് ഫിംഗേഴ്സ്. അപ്പോൾ ഫേസിലും ജോയിലും അതുപോലെ തന്നെ ഫിംഗറിലൊക്കെ എക്സസീവ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടാവുന്നതാണ് അക്രോമെഗാലിക്ക് കാരണം. ഓക്കെ, നമുക്കറിയാം ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത് എന്താണ്? ദ ഹോർമോൺ ദാറ്റ് പ്രൊമോട്ട് ഗ്രോത്ത് ഓഫ് ദ ബോഡി ഡ്യൂറിങ് ഇറ്റ്സ് ഗ്രോത്ത് ഫേസ് ഇസ് ദ ഗ്രോത്ത് ഹോർമോൺ ഓർ സൊമാറ്റോട്രോപ്പിൻ. അപ്പോൾ നമുക്ക് വളർച്ചയ്ക്ക് സഹായകമായിട്ടുള്ള ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ, അല്ലെങ്കിൽ നമ്മളതിനെ സൊമാറ്റോട്രോപ്പിൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടുള്ള കുറച്ച് ഹോർമോൺസ് ആണ് തന്നിരിക്കുന്നത്. ഈ ഒരു പേരുകൾ ഓർത്തിരിക്കുക. TSH നമുക്കറിയാം, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, സ്റ്റിമുലേറ്റ് ദി ആക്ടിവിറ്റി ഓഫ് ദി തൈറോയ്ഡ് ഗ്ലാൻഡ്. അടുത്ത ACTH അഡ്രിനോകോർട്ടിക്കോ ട്രോപ്പിക്കോ ഹോർമോൺ ടു സ്റ്റിമുലേറ്റ് ദി ആക്ടിവിറ്റി ഓഫ് അഡ്രീനൽ കോർട്ടെക്സ്. ദെൻ ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ അല്ലെങ്കിൽ GTS എന്താണ്? ടു സ്റ്റിമുലേറ്റ് ദി ആക്ടിവിറ്റി ഓഫ് ടെസ്റ്റിസ് ഇൻ മെയിൽസ് ആൻഡ് ഓവറീസ് ഇൻ ഫീമെയിൽസ്. ദെൻ ഗ്രോത്ത് ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ എന്ന് പറയും. അവരെന്ത് ചെയ്യുന്നു? ദ പ്രൊമോട്ട് ദ ഗ്രോത്ത് ഓഫ് ദി ബോഡി. ദെൻ പ്രൊലാക്റ്റിൻ എന്ത് ചെയ്യുന്നു? പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്. അപ്പോൾ ഈ ഒരു ഹോർമോൺ ഏതൊക്കെയാണ്, അവരുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണ് നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്തതാണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയാം. ഫെസിലിറ്റേറ്റ് ചൈൽഡ് ബർത്ത് ബൈ സ്റ്റിമുലേറ്റിംഗ് ദ കൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽ ഇൻ ദ യൂട്രൈൻ വാൾ. ദെൻ ഫെസിലിറ്റേറ്റ് ലാക്ടേഷൻ. ദെൻ അടുത്തത് വാസോപ്രസിൻ അല്ലെങ്കിൽ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ നമ്മൾ ADH എന്ന് പറയുന്നു. അതെന്തിനാണ് സഹായിക്കുന്നത്? ഹെൽപ്സ് ഇൻ ദ റീ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നി. കിഡ്നിയിൽ വാട്ടറിൻ്റെ റീ അബ്സോർപ്ഷൻ സഹായിക്കുന്നതാണ് ADH എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഹണി ബീസ് ആൻഡ് ടെർമൈറ്റ്സ് ലീവ് ഇൻ കോളനീസ്. നെയിം ദ കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് ഹെൽപ്സ് ദം ടു ലീവ് ടുഗദർ. അപ്പോൾ ഈ ഒരു കോളനിയായിട്ട് താമസിക്കാൻ ഇവരെ സഹായിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഫിറമോൺസ്. ദെൻ അടുത്തത് മെൻഷൻ 2 യൂസസ് ഓഫ് ദീസ് കെമിക്കൽ സബ്സ്റ്റൻസ്. ഈ ഒരു ഫിറമോൺസിൻ്റെ അടുത്ത 2 പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ യൂസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനൊക്കെ സഹായിക്കുന്ന ഫിറമോൺസ് എന്ന് പറയുന്നത്? അട്രാക്റ്റിംഗ് മേറ്റ്സ്, ഇൻഫോമിംഗ് അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ഡിറ്റർമൈനിങ് ദ പാത്ത് ഓഫ് ട്രാവൽ, ഇൻഫോമിംഗ് ദി ഡേഞ്ചേഴ്സ്. അപ്പോൾ മേറ്റിനെ അട്രാക്റ്റ് ചെയ്യാനും ഫുഡിൻ്റെ അവൈലബിലിറ്റി അറിയാനും ഒക്കെ ആയിട്ടാണ് കൂടുതലായിട്ടും ഈ ഫെറമോൺസ് സഹായിക്കുന്നത്. അത് ഏറ്റവും കൂടുതലും കോളനി ആയിട്ട് താമസിക്കുന്ന ആനിമൽസിനാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത്. അടുത്തത് ഐഡൻറ്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. നോക്കാം. ഫീമെയിൽ സിൽക്ക് വാം മോത്തിൽ കാണുന്നതാണ് ബോംബെ കോൾ. അടുത്ത സിവറ്റ് കാറ്റിൽ കാണപ്പെടുന്ന ഫിറമോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഫിറമോൺ ആണ് സിവറ്റ് കാറ്റിൽ കാണപ്പെടുന്നത്? സിവറ്റോൺ. ഇത് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. സിവറ്റ് കാറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിറമോണാണ് സിവറ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫിറമോൺസ് എന്ന് നമുക്കറിയാം. എന്താണ് ഫിറമോൺസ്? കെമിക്കൽ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ സെക്രീറ്റഡ് ബൈ certain animals to the surrounding to facilitate communication are called pheromones. അപ്പോൾ ചില ജീവികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്
ഫിറമോൺസ് എന്ന് പറയുന്നത്. എന്തിനാണ് അവർ സഹായിക്കുന്നത്? കമ്മ്യൂണിക്കേഷനെ സഹായിക്കുന്നതാണ് ഈ കെമിക്കൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. കൂടെ തന്നെ ഓർത്തിരിക്കുക മസ്കോണിൻ്റെ മസ്ഡിയർ ഇതെന്ന് പറഞ്ഞിരിക്കാൻ ഒരു എക്സാമ്പിൾ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ പ്ലാന്റ് ഹോർമോൺ വിച്ച് കൺട്രോൾ ദ റൈപ്പനിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. അപ്പോൾ ലീവ്സിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും റൈപ്പനിങ്ങിനെ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഏത് ഹോർമോണാണ്? എഥിലീൻ. അപ്പോൾ ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള ഹോർമോൺസ് എന്ന് പറയുന്നത്. ഈ ഹോർമോൺസിൻ്റെ പേരും അതിൻ്റെ ഫംഗ്ഷനും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഗിബറിൽ നമുക്കറിയാം സ്റ്റിമുലേറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റോർഡ് ഫുഡ് ടു ഫെസിലിറ്റേറ്റ് ജെർമിനേഷൻ, സ്പ്രൗട്ടിങ് ഓഫ് ലീവ്സ്. ഓക്സിൻ എന്ന് പറയുന്നത് സെൽ ഗ്രോത്ത്, സെൽ ഇലോങ്ങേഷൻ, പ്രൊമോട്ടിംഗ് ദ ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്, ഫ്രൂട്ട് ഫോർമേഷൻ. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ അത് കൃത്യമായിട്ട് ആ ഒരു പേരിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്തൊരു സൈറ്റോകൈൻ ആണ്. സൈറ്റോകൈൻ എന്തിനു സഹായിക്കുന്നു? സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ ആൻഡ് സെൽ ഡിഫറൻസിയേഷൻ. ദെൻ അബ്സസിക് ആസിഡ്, ഡോർമൻസി ഓഫ് എംബ്രിയോ, ഡ്രോപ്പിംഗ് ഓഫ് റൈപ്പൺ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ദെൻ എഥിലിൻ എന്തിനു സഹായിക്കുന്നു? റൈപ്പനിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹോർമോണുകൾ പ്ലാൻ ഹോർമോണുകൾ ഏതാണ്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അടുത്തത് റൈറ്റ് ദ നെയിം ആൻഡ് ഫംഗ്ഷൻ ഓഫ് ടു ആർട്ടിഫിഷ്യൽ പ്ലാൻ ഹോർമോൺ ബിലോങ്ങിങ് ടു ദ കാറ്റഗറി ഓക്സിൻ. ഇപ്പോൾ ഓക്സിനിൽ വരുന്ന 2 ആർട്ടിഫിഷ്യൽ ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് NAA, നാഫ്തലിൻ അസറ്റിക് ആസിഡ്. അതിന് സഹായിക്കുന്നത് സ്പ്രൗട്ടിംഗ്, പ്രിവെൻഷൻ ഓഫ് പ്രിമച്വർ ഫോൾ ഓഫ് ഫ്രൂട്ട്സ്. അടുത്തത് IBA, ഇൻഡോൾ ബ്യൂട്ടറിക് അസിറ്റിക് ആസിഡ് എന്ന് പറയുന്നു. അടുത്തത് 2,4-ഡൈക്ലോറോഫിനോക്സി അസറ്റിക് ആസിഡ് യൂസ്ഡ് ആസ് എ വീഡിസൈഡ്. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്സിനിൽ വരുന്ന 2 ആർട്ടിഫിഷ്യൽ പ്ലാൻ ഹോർമോണുകളാണ് NAA, IBA, 2,4-D. ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. കീപ്പിംഗ് ഡിസീസസ് എവേ. നമുക്ക് കുറേയധികം ഡിസീസസ് പഠിച്ചൊരു ചാപ്റ്ററാണിത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. നമുക്ക് നോക്കാം. ട്യൂബർക്യുലോസിസ്, എയ്ഡ്സ്, ഡിസീസ് കോസ്ഡ് ബൈ പ്രോട്ടോസോവ, ജനറ്റിക് ഡിസീസസ്, അതിനകത്ത് ഹീമോഫീലിയ മാത്രം മതി നമുക്ക് നോക്കാൻ. അടുത്ത ക്യാൻസർ, അതിൻ്റെ കോസസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങൾ മാത്രം മതി നമുക്ക് ഈ ഒരു 4ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. നമുക്ക് നോക്കാം. An interview with the doctor regarding tuberculosis organized by Health Club is given below. What is your explanation for the questions asked by the children? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ട്യൂബർക്കുലോസിസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ബാക്ടീരിയ കോസസ് ദിസ് ഡിസീസ്? ട്യൂബർക്കുലോസിൻ്റെ കാരണമായിട്ടുള്ള ബാക്ടീരിയ ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. അടുത്തത് റൈറ്റ് 2 സിംറ്റംസ് ഓഫ് ദിസ് ഡിസീസസ്. ഈ ഒരു ട്യൂബർക്കുലോസിസിൻ്റെ 2 സിംറ്റം ചോദിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ലോസ് ഓഫ് ബോഡി വെയ്റ്റ്, ഫറ്റീഗ്, പെർസിസ്റ്റൻറ്റ് കഫ്. ഓക്കെ, അടുത്തത് നെയിം ദ വാക്സിൻ യൂസ്ഡ് ടു പ്രിവെൻറ്റ് ട്യൂബർക്കുലോസിസ്. ഏതാണ്? BCG. അപ്പോൾ ട്യൂബർക്കുലോസിന് എതിരായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് BCG വാക്സിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിത് പഠിച്ചതാണ് വളരെ വ്യക്തമായിട്ട്. ട്യൂബർക്കുലോസിസ് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പാതോജൻ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ്. മേജർ സിംറ്റംസ് നോക്കുക. ലോസ് ഓഫ് ബോഡി വെയ്റ്റ്, ഫറ്റീഗ്, പെർസിസ്റ്റൻറ്റ് കഫ്. അടുത്തത് ഇതെങ്ങനെയാണ് പകരുന്നത്? When the patient speak, cough or sneezes, the pathogen spread into the air and thereby to others. Okay. അടുത്തത് ഓർഗൻസ് ഓർ ബോഡി പാർട്സ് അഫക്റ്റഡ്. ഏതൊക്കെ ബോഡി പാർട്സിനെ ഇത് അഫക്റ്റ് ചെയ്യാം? മെയിനായിട്ട് നമുക്കറിയാം ലങ്സിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കിഡ്നി, ബോൺസ്, ജോയിൻറ്റ്, ബ്രെയിൻ, ഇവിടെ എല്ലാം തന്നെ ഈ ഒരു ട്യൂബർക്കുലോസിസ് അഫക്റ്റ് ചെയ്യാറുണ്ട്. അടുത്ത എന്താണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? ബൈ അഡ്മിനിസ്ട്രേറ്റിംഗ് ആൻറ്റിബയോട്ടിക്സ്. ദെൻ വാക്സിൻ പറഞ്ഞിരിക്കുന്ന ഏതാണ്? BCG ആണ് നമ്മളിവിടെ ഇതിനെതിരായിട്ട് ഉപയോഗിക്കുന്ന വാക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കാൻ നമുക്ക് ഫോക്കസ് ഏരിയ തന്നതാണ്. അപ്പോൾ അത് കൃത്യമായിട്ടത് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ. നോക്കാം. പാത്തോജൻസ് എൻറ്റേഴ്സ് ദ ബോഡി ആൻഡ് മൾട്ടിപ്ലൈ യൂസിങ് ദ ജനറ്റിക് മെക്കാനിസം ഓഫ് ലിംഫോസൈറ്റ് then spread through body fluid. അപ്പോൾ ഈ ഒരു യൂസിങ് ദ ജനറ്റിക് മെക്കാനിസം ഓഫ് ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിസീസ് ഏതാണെന്ന് മനസ്സിലേക്ക് വരും. ദ സ്പ്രെഡ് ത്രൂ ബോഡി ഫ്ലൂയിഡ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് ഡിസീസ് ഏതാണ്? ഐഡൻറ്റിഫൈ ദ ഡിസീസ്. ഏത് ഡിസീസാണ്? എയ്ഡ്സ് ആണ്. ദെൻ ഐഡൻറ്റിഫൈ ദി പാതോജൻ. എയ്ഡ്സിന് കാരണമായിട്ടുള്ള പാതോജൻ ഏതാണ്? ഏത് പാതോജനാണ് എയ്ഡ്സിന് കാരണമായിട്ടുള്ളത്? HIV ആണല്ലേ, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അപ്പോൾ എയ്ഡ്സിന് കാരണമായിട്ടുള്ള വൈറസ് ആണ് HIV എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്.
അപ്പോൾ നമുക്കറിയാം എയ്ഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫുൾ ഫോം അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം ആണ്. അതിന് കാരണമായിട്ടുള്ള വൈറസ് HIV ആണ്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? നമുക്കറിയാം വൈറസിനൊരു പൊതുവായിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് DNA അല്ലെങ്കിൽ RNA മാത്രമേ ഉള്ളൂ, അവർക്കൊരു സെൽ ഓർഗനൽസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യുന്നു? മറ്റൊരു ബോഡിയിൽ കടന്നിട്ടായിരിക്കും അവർ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതാണ് വൈറസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ HIV എന്ന് പറയുന്ന വൈറസ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ നമുക്ക് പ്രതിരോധ ശക്തി തരുന്ന ലിംഫോസൈറ്റുകളുടെ സെല്ലിനുള്ളിലായിരിക്കും കയറിയിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുമോ? ഇല്ല. നോക്കാം. The HIV enters the body and multiply using the genetic mechanism of lymphocyte. ലിംഫോസൈറ്റുകളുടെ ജനറ്റിക് മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് ഈ HIV വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? Hence, the number of lymphocytes decreases considerably and reduces the immunity of the body. അപ്പോൾ എന്തായിരിക്കും? ലിംഫോസൈറ്റിൻ്റെ എണ്ണം കുറയും. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ബോഡി ഇമ്മ്യൂണിറ്റി പവറും കുറയുന്നു. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയൊരു ഇതിനകത്ത് ഡേഞ്ചറസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയാണ് എയ്ഡ്സ് എന്ന് പറയുന്ന ഈ ഒരു അസുഖത്തിന് സംഭവിക്കുന്നത്. അതേപോലെ തന്നെ ഓർത്തിരിക്കുക, ഇത് എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്? ത്രൂ സെക്ഷൽ കോണ്ടാക്ട് വിത്ത് HIV ഇൻഫെക്റ്റഡ് പേഴ്സൺ ഫ്രം HIV ഇൻഫെക്റ്റഡ് മദർ ടു ദ ഫീറ്റസ് ബൈ ഷെയറിംഗ് നീഡിൽ ആൻഡ് സിറിഞ്ച് കണ്ടാമിനേറ്റഡ് വിത്ത് HIV കമ്പോണൻസ്. അതേപോലെ തന്നെ ത്രൂ ദ റിസെപ്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഓർഗൻസ് കണ്ടാമിനേറ്റഡ് വിത്ത് HIV. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് എയ്ഡ്സ് എന്ന് പറയുന്ന ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്. അടുത്തത് കമ്പയർ മലേറിയ ആൻഡ് ഫൈലാറിസിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ ഏതൊക്കെ ഇത് മലേറിയയും ഫൈലാറിയാസിസും തമ്മിൽ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അവരുടെ പാതോജൻ ഏതാണ്, അവരുടെ വെക്റ്റർ, അവരുടെ സിംറ്റംസ് നമുക്ക് നോക്കാം. പാതോജൻ, മലേറിയയുടെ പാതോജൻ ഏതാണ്? പ്രോട്ടോസോവ, പ്ലാസ്മോഡിയം അല്ലേ? പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവയാണ് അതിന് കാരണം. ഫൈലേറിയാസിസിൽ ആരാണ്? ഫൈലേറിയൽ വേംസ് ആണ്. ഇനി വെക്ടർ ആരാണ്? മലേറിയയിൽ അനോഫിലസ് മോസ്കിറ്റോ. ഫൈലേറിയാസിസിൽ ആര് വരുന്നു? ക്യൂലെക്സ് മോസ്കിറ്റോ. ഇനി സിംറ്റംസ് എന്തൊക്കെയാണ് മലേറിയയിൽ വരുന്നത്? ഹൈ ഫീവർ വിത്ത് ഷിവറിങ്, ഹെഡേക്ക്, വൊമിറ്റിംഗ്, സ്വെറ്റിംഗ്. ഇനി ഫൈലേറിയാസിസിൽ എന്താ സംഭവിക്കുന്നത്? മന്ത് അല്ലേ? മന്ത് എന്ന് പറയുന്ന അസുഖമാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? obstruct the flow of lymph by blocking the lymph duct and that causes swelling in the lymph duct. അപ്പോൾ ഈ ഫൈലേറിയൽ വേംസ് എന്ന് പറയുന്നത് ലിംബ് വെസലിലാണ് അവർ അടിഞ്ഞുകൂടുന്നത്. അപ്പോൾ എന്താണ്? ലിംബിൻ്റെ ഒഴുക്ക് അവിടെ തടസ്സമാകുന്നു. അതിൻ്റെ ഫലമായിട്ട് അവിടെ ലിംബ് ഡക്റ്റ് സ്വെല്ല് ചെയ്യുന്നു, എൻലാർജ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ ഫൈലേറിയാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മലേറിയ ഫൈലേറിയാസിസ് അതിൻ്റെ പാതോജൻ ഏതാണ്, വെക്ടർ എന്താണ്, സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് നമുക്കറിയാം മലേറിയൽ ഇൻഫെക്ഷൻ്റെ പാതോജൻ പ്ലാസ്മോഡിയം, അതിൻ്റെ വെക്ടർ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ്, ഹോസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അഞ്ജന wounded on her foot while playing with her friends. Due to continuous bleeding, her parents take her to the hospital. The doctor's diagnosis after investigation is given below. അപ്പോൾ അഞ്ജനയുടെ കാലിലൊരു വൂണ്ട് ഉണ്ടായി അല്ലേ, എന്ത് സംഭവിക്കുന്നു, ബ്ലീഡിംഗ് ആണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, ബ്ലീഡിങ് നിൽക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ എന്താണ് പറയുന്നത്? ദിസ് ഈസ് ഹാപ്പൻഡ് ആസ് ദ ബ്ലഡ് ഈസ് നോട്ട് ക്ലോട്ടിങ്, ദിസ് ഈസ് എ ജനറ്റിക് ഡിസീസ്. അപ്പോൾ ഡോക്ടർ പറയാണ് ബ്ലഡ് ക്ലോട്ടിങ് സംഭവിക്കുന്നില്ല, ഇതൊരു ജനറ്റിക് ഡിസീസ് എന്നാണെന്ന് പറയുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് അഞ്ജനാസ് ഡിസീസ്? അപ്പോൾ അഞ്ജനയുടെ ഡിസീസ് എന്താണ്? ബ്ലഡ് ക്ലോട്ടിങ് ആവാത്ത ജനറ്റിക് ഡിസീസിന് പറയുന്ന പേരെന്താണ്? ഹീമോഫീലിയ. ദെൻ ഹൗ ക്യാൻ ടെമ്പററി റിലീഫ് ബി ബ്രോട്ട് അബൌട്ട് ഫോർ ദ ഡിസീസ്? നമുക്കിതിന് എന്താണ് ഒരു ടെമ്പററി റിലീഫ് കൊടുക്കാനായിട്ട് സാധിക്കുക? ഇൻജെക്റ്റിംഗ് ദ ഡെഫിഷ്യൻറ്റ് പ്രോട്ടീൻ ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. അപ്പോൾ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആ പ്രോട്ടീൻ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഇൻജെക്റ്റ് ചെയ്ത് നമുക്കൊരു പരിധി വരെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ഹീമോഫീലിയ എന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് എക്സസ് ബ്ലഡ് ഈസ് ലോസ്റ്റ് ഈവൻ ത്രൂ മൈനർ വൂണ്ട്. മൈനർ ആയിട്ടുള്ളൊരു വൂണ്ട് ഉണ്ടായാൽ പോലും ഒരുപാട് ബ്ലഡ് നഷ്ടമാവുന്ന ഒരവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. അവിടെ ബ്ലഡ് ക്ലോട്ടിങ് സംഭവിക്കുന്നില്ല. ഇറ്റ് ഈസ് എ ജനറ്റിക് ഡിസീസ്. അപ്പോൾ ഇതിന് കാരണമായിട്ടുള്ള ജീൻസിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നില്ല. അതാണ് അവിടെ ആ ഒരു ബ്ലഡ് ക്ലോട്ടിങ് നടക്കാതെ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. യു ആർ ഇൻവൈറ്റഡ് ടു പ്രിപ്പയർ എ പ്രിപ്പറേഷൻ സ്ലൈഡ് ഫോർ ദ ക്യാൻസർ അവെയർനെസ് ക്ലാസ്. വാട്ട് എക്സ്പ്ലനേഷൻ വിൽ യു ഗീവ് ടു ദ ഡിസീസ് ഗിവൺ ബിലോ? അപ്പോൾ ക്യാൻസറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ദ ഡിസീസ് ക്യാൻസർ എന്താണ്? റീസൺ ഫോർ ക്യാൻസർ എന്തൊക്കെയാണ് അതിൻ്റെ റീസൺസ്? ട്രീറ്റ്മെൻറ്റ് ഫോർ ക്യാൻസർ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം? അപ്പോൾ എന്താണ് ക്യാൻസർ എന്ന് പറയുന്ന ഡിസീസ്? എന്താണ്?
Cells undergo uncontrolled division and spread to other tissue. എന്താണ്? നോർമൽ ആയിട്ടുള്ള ഒരു സെൽ ഗ്രോത്ത് ആയിരിക്കില്ല അവിടെ നടക്കുന്നത്, അൺകൺട്രോൾഡ് ആയിട്ടായിരിക്കും അവിടെ ഡിവിഷൻ നടക്കുന്നത്. ആ ഒരു അവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. മറ്റുള്ള ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ആയിട്ട് പോകുന്നു. ഇനി റീസൺ ഫോർ ക്യാൻസർ, ക്യാൻസറിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്? ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ് കേട്ടോ ഓൾറെഡി. എന്തൊക്കെയാണ്? എൻവയൺമെൻറ്റ് ഫാക്ടേഴ്സ് ആവാം, സ്മോക്കിംഗ്, റേഡിയേഷൻസ്, വൈറസ്, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, ഓൾട്ടറേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽസ്, കെമിക്കൽ സബ്സ്റ്റൻസസ്. അടുത്തത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ. എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം? കീമോതെറാപ്പി, സർജറി, റേഡിയേഷൻ തെറാപ്പി. ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി ജനറലായിട്ട് എഴുതാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ വേഗം കണ്ടുപോയി. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം, സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസ്. ഇനി ഈ പാഠത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് നമുക്കൊന്ന് വേഗം നോക്കാം. ദ സ്കിൻ ആൻഡ് ഇറ്റ്സ് ഡിഫൻസ് മെക്കാനിസം, ദെൻ ബോഡി സെക്രീഷൻ ആൻഡ് ഡിഫൻസ് മെക്കാനിസം. അടുത്തത് ഫാഗോസൈറ്റോസിസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തിരിക്കുക. അടുത്തത് ഫീവർ, എ ഡിഫൻസ് മെക്കാനിസം. വാക്സിനേഷൻ, എക്സാമ്പിൾ ആൻറ്റിബയോട്ടിക്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, നെയിം ദ പ്രോട്ടീൻ പ്രസന്റ് ഇൻ ദ എപ്പിഡെർമിസ് ഓഫ് സ്കിൻ ദാറ്റ് പ്രിവെന്റ് ദി എൻട്രി ഓഫ് ജെംസ്. അപ്പോൾ സ്കിന്നിൻ്റെ എപ്പിഡെർമിസിൽ കാണുന്ന പ്രോട്ടീൻ ഏതാണ്? ജെംസിൻ്റെ എൻട്രിയെ പ്രിവെൻറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് പ്രോട്ടീനാണ്? കെരാറ്റിൻ. ഇതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സ്കിന്നിൻ്റെ എപ്പിഡെർമിസിൽ കാണുന്ന പ്രോട്ടീനാണ് കെരാറ്റിൻ എന്ന് പറയുന്നത്. അത് ജേംസിൻ്റെ എൻട്രിയെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അടുത്താണ് സെബേഷ്യസ് ഗ്ലാൻഡ്. ഇതൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സെബേഷ്യസ് ഗ്ലാൻഡിൽ എന്താണ്? സെബം കാണപ്പെടുന്നുണ്ട്. സ്വെറ്റ് ഗ്ലാൻഡിൽ ഡിസ്ഇൻഫെക്റ്റൻസും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഓർത്തിരിക്കുക എപ്പിഡെർമിസിലെ പ്രോട്ടീനാണ് കെരാറ്റിൻ. അതേപോലെ ഓർത്തിരിക്കുക ബോഡി സെക്രീഷൻസ് എന്തിനൊക്കെ സഹായിക്കുന്നുള്ളതാണ്. ഇയർ വാക്സ്, ഈ ഒരു പേര് ഓർത്തിരിക്കുക. ടിയേഴ്സിലെ ലൈസോസൈം ഇൻ ടിയേഴ്സ്, മ്യൂക്കസ് ഇൻ നോസ്, ലൈസോസൈം ഇൻ സലൈവ, മ്യൂക്കസ് ഇൻ ട്രക്കിയ, HCl ഇൻ സ്റ്റൊമക്ക്, മ്യൂക്കസ് ഇൻ ഇൻഡസ്റ്റൈൻ, ലൈസോസൈം ഇൻ യൂറിൻ. ചിലപ്പോൾ ഈ ഓരോ ബോഡി പാർട്സ് തന്നിട്ട് ഏത് സെക്രീഷനാണ് സഹായിക്കുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ ഈ ഒരു പേര് നിങ്ങളവിടെ ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഒബ്സർവ് ദ ഗിവൺ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഏതാണ് ഈ കാണിച്ചിരിക്കുന്ന പടം എന്താണ്? വിച്ച് ഇസ് ദ പ്രോസസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഇല്ലുസ്ട്രേഷൻ. ഏത് പടമാണ് ഈ കാണിച്ചിരുന്നത്? ഏതാണിത്? ഫാഗോസൈറ്റോസിസ്. ഈ പടങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ആൻസർ വരണം കേട്ടോ. അപ്പോൾ ഏതാണ്? ഫാഗോസൈറ്റോസിസ്. ദെൻ which are the white blood cells involved in this process? ഈ ഫാഗോസൈറ്റോസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ള വൈറ്റ് ബ്ലഡ് സെല്ലുകൾ ഏതൊക്കെയാണ്? ഇതൊക്കെ വൺ വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഓർത്തിരിക്കുക. ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ ആൻഡ് മോണോസൈറ്റ്. എന്താണ് അവരുടെ പ്രത്യേകത? ഫാഗോസൈറ്റോസിസിലെ ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവർ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന, അല്ലെ, എൻഗൾഫ് ചെയ്യാൻ സഹായിക്കുന്നവരാണ്. Is it a specific defense mechanism? Justify. ഇതൊരു സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം ആണോ? ഏത്? ഫാഗോസൈറ്റോസിസ് ആണോ? അല്ല. നോ, does not identify and destroy pathogens that enter to the body. നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം നമ്മൾ പറയുന്നുണ്ട്. സ്പെസിഫിക് എന്നും നോൺ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം എന്നും നമ്മൾ പറയുന്നുണ്ട്, അല്ലേ? പൊതുവായ പ്രതിരോധവും പ്രത്യേക പ്രതിരോധവും. അപ്പോൾ ഈ സ്പെസിഫിക്കിൻ്റെ എന്താണ് മീനിങ് അവിടെ പറയുന്നത്? സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ വരുന്ന രോഗാണുവിനെ തിരിച്ചറിഞ്ഞ് അവരുടെ ഘടന, അവരുടെ ക്യാരക്ടേഴ്സ് എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് അവരെ നശിപ്പിക്കുന്നതാണ് സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. എന്നാൽ നോൺ സ്പെസിഫിക് എന്തായിരിക്കും? അങ്ങനെ പ്രത്യേകമായിട്ടുള്ളവരുടെ ക്യാരക്ടേഴ്സിനെ ഒന്നും അറിയുന്നില്ല, വരുന്ന ജേംസിനെ എല്ലാം മൊത്തത്തോടെ കില്ല് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ നോൺ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് ഈ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആണോ നോൺ സ്പെസിഫിക് ആണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത് നോൺ സ്പെസിഫിക് ആണ്, സ്പെസിഫിക് മെക്കാനിസം അല്ല. അപ്പോൾ നമുക്ക് നോക്കാം ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് എൻഗൾഫിംഗ് ആൻഡ് ഡിസ്ട്രോയിങ് ഓഫ് ജെംസ്. എൻഗൾഫ് ചെയ്ത് നശിപ്പിക്കുന്ന പ്രോസസ്സാണ്. ദ സെൽസ് ദാറ്റ് ആർ എൻഗേജ്ഡ് ഇൻ ദിസ് പ്രോസസ് ആർ കോൾഡ് ഫാഗോസൈറ്റ്സ്. ഫാഗോസൈറ്റോസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ള സെല്ലുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഫാഗോസൈറ്റ്സ് എന്ന് പറയുന്നത്. ദ വൈറ്റ് ബ്ലഡ് സെൽസ് നെയിംലി മോണോസൈറ്റ് ആൻഡ് ന്യൂട്രോഫിൽസ് എന്ന് പറയുന്നതാണ് ഫാഗോസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ ചോദിക്കാം, ഫാഗോസൈറ്റ്സിന് എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് ഏത് എഴുതാൻ പറ്റും? മോണോസൈറ്റ്സ് ആൻഡ് ന്യൂട്രോഫിൽസ്. ഇതാണ് നമ്മുടെ പുസ്തകത്തിൽ കാണിച്ചിരിക്കുന്ന പടമാണ്.
അപ്പോൾ പാതോജൻസ് വരുന്നു, പാതോജനെ എൻഗൾഫ് ചെയ്യുന്നു, ദെൻ ലൈസോസോമുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ലൈസോസോമിലുള്ള എൻസൈംസ് എന്താണ് പാതോജൻസിനെ ഡിസ്ട്രോയ് ചെയ്ത് അല്ലേ, എൻഗൾഫ് ചെയ്ത് അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഫീവർ ഈസ് എ ഡിഫൻസ് മെക്കാനിസം. ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഫീവർ എന്ന് പറയുന്നത് ഒരു രോഗമാണോ അതൊരു ഡിഫൻസ് മെക്കാനിസം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഡിഫൻസ് മെക്കാനിസം ആണോ? എന്താണ്? യെസ്, ഫീവർ എന്ന് പറയുന്നത് ഒരു രോഗമല്ല, അത് നമ്മുടെ ബോഡിയുടെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. നമുക്ക് നോക്കാം എന്താണ്. The presence of toxin produced by the pathogen stimulate the white blood cells and hence the white blood cells produce chemical substance that raise the body temperature. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ബോഡിയിൽ ഒരു പാതോജൻ വന്നു കഴിഞ്ഞാൽ അത് ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ടോക്സിൻ നമ്മുടെ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആര് ആക്ട് ചെയ്യും? നമ്മുടെ ബോഡിയിലെ വൈറ്റ് ബ്ലഡ് സെൽസ് ആക്ടിവേറ്റഡ് ആയി അവരെന്ത് ചെയ്യുന്നു, അവർ ആക്ടിവേറ്റഡ് ആകുന്നു. ദെൻ ദേ പ്രൊഡ്യൂസ് കെമിക്കൽ സബ്സ്റ്റൻസ്. ഈ വൈറ്റ് ബ്ലഡ് സെല്ലുകളെ സർട്ടൻ കെമിക്കൽ സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ആൻഡ് ദിസ് ടെമ്പറേച്ചർ റെഡ്യൂസസ് ദ റേറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പാതോജൻസ്. അപ്പോൾ ബോഡി ടെമ്പറേച്ചർ റേസ് ചെയ്യുന്നതിന് ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു, വരുന്ന പാതോജന് ആ ഒരു ടെമ്പറേച്ചറിൽ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നു. അങ്ങനെ അവർ നശിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ഈ ഒരു ഫീവർ എന്ന് അല്ലെങ്കിൽ ആ ഒരു ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീവർ എന്ന് പറയുന്ന ഒരു രോഗമല്ല, അതൊരു ഡിഫൻസ് മെക്കാനിസമാണ്. അതാണ് കാണിച്ചിരിക്കുന്നത്. പാതോജൻ ബോഡിയിൽ എൻ്റർ ചെയ്യുമ്പോൾ അവരെന്താണ്, അവർ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. ദ പ്രസൻസ് ഓഫ് ടോക്സിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ പാതോജൻ സ്റ്റിമുലേറ്റ് ദി വൈറ്റ് ബ്ലഡ് സെൽ. അവർ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വൈറ്റ് ബ്ലഡ് സെൽസ് ആക്ടിവേറ്റഡ് ആകുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, ദ കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈറ്റ് ബ്ലഡ് സെൽസ് റൈസസ് ദ ബോഡി ടെമ്പറേച്ചർ. അപ്പോൾ വൈറ്റ് ബ്ലഡ് സെല്ലുകൾ ചില കെമിക്കൽ സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന് ഫലമായിട്ട് ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ദ റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ റെഡ്യൂസസ് ദ റേറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പാതോജൻ. അങ്ങനെ ടെമ്പറേച്ചർ കൂടുമ്പോൾ പാതോജൻസിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കാതെ വരുന്നു. ഇൻക്രീസസ് ദ എഫക്റ്റ് ഓഫ് ഫാഗോസൈറ്റോസിസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The doctor prescribed antibiotics to Sunil who is affected with cholera. അപ്പോൾ കോളറ ബാധിച്ച ആൾക്ക് ആൻറ്റിബയോട്ടിക്സ് പ്രിഫർ ചെയ്തു, ബട്ട് നോട്ട് Sunil who is affected with chicken pox. What is the reason? അപ്പോൾ കോളറ ബാധിച്ച ആൾക്ക് ആൻറ്റിബയോട്ടിക്സ് പ്രിഫർ ചെയ്തു, ചിക്കൻ പോക്സ് ബാധിച്ച ആൾക്ക് അത് പ്രിഫർ ചെയ്തില്ല. അതിൻ്റെ കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും കാരണം എന്ന് പറയുന്നത് നോക്കാം. ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടി കൊടുക്കുന്നതാണ്? ആൻറ്റിബയോട്ടിക്സ് ആർ യൂസ്ഡ് ടു പ്രിവെൻറ്റ് ബാക്ടീരിയൽ ഡിസീസ്. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ കൊടുക്കുന്നത് ബാക്ടീരിയൽ ഡിസീസിനാണ് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. പക്ഷേ ചിക്കൻ പോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു വൈറൽ ഡിസീസാണ്. അതുകൊണ്ടാണ് ആ ഒരു ഡിസീസിന് അവിടെ ആൻറ്റിബയോട്ടിക് പ്രിഫർ ചെയ്യാതിരുന്നത്. അപ്പോൾ അറിയാം, വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്സിൻസ് ആർ ദ സബ്സ്റ്റൻസസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ. അപ്പോൾ വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ബോഡിയിൽ നോർമലായിട്ട് ഇമ്മ്യൂണിറ്റി പവർ കിട്ടാതെ വരുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നു അല്ലേ, അതാണ് നമ്മൾ വാക്സിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Any one of the component from alive or dead or neutralized germs, neutralized toxins or cellular parts of the pathogen will be the component of each vaccine. അപ്പോൾ ഓരോ വാക്സിൻ്റെയും കമ്പോണൻറ്റ് എന്ത് തന്നെയാണ്, ഈ പാതോജൻ തന്നെയാണ്. പക്ഷേ അവരുടെ പ്രത്യേകത അതിൽ ന്യൂട്രലൈസ്ഡ് ആയിരിക്കും. അവിടെ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല, ഇഫക്റ്റീവായിട്ടുള്ള ടോക്സിൻ ആയിരിക്കില്ല. ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ള ഡെഡ് ആയിട്ടുള്ള ടോക്സിക് മെറ്റീരിയൽസ് ആയിരിക്കും ഈ ഒരു പാതോജൻ അല്ലെങ്കിൽ ഈ വാക്സിന് നമ്മൾ ഉപയോഗിക്കുന്നത്. And these act as antigens that stimulate the defense mechanism of the body. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു വാക്സിൻ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ പാതോജൻ്റെ ഡെഡ് ഓർഗാനിക് മെറ്റീരിയൽ ഉണ്ടാകും അല്ലേ. അപ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് ഈ ഇത് വരുമ്പോൾ ഇതൊരു ആൻറ്റിജനാണ്. ഈ വാക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഒരു ആൻറ്റിജനാണ്. അപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ആൻറ്റിബോഡീസ് ആർ ഫോംഡ് ഇൻ ദ ബോഡി എഗെയിൻസ്റ്റ്. അപ്പോൾ ആൻറ്റിജൻ വന്നു കഴിയുമ്പോഴേക്കും അതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുന്നു. എന്താണ് പിന്നെ സംഭവിക്കുന്നത്? ആൻഡ് ദീസ് ആൻറ്റിബോഡീസ് ആർ റീറ്റെയിൻഡ് ഇൻ ദ ബോഡി വിച്ച് ഇൻ ഫ്യൂച്ചർ പ്രൊട്ടക്ട് ദ ബോഡി ഫ്രം ദ പാതോജൻ റെസ്പോൺസിബിൾ ഫോർ ദ സെയിം ഡിസീസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഈ ആൻറ്റിബോഡി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാവും. പിന്നീട് ഈ സെയിം ഡിസീസ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ബോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ആൻറ്റിബോഡിക്ക് സഹായിക്കും. അതാണ് വാക്സിനേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു റോൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ആൻറ്റിബയോട്ടിക്സ് എന്താണെന്ന് നോക്കാം.
Medicines that are extracted from microorganisms like bacteria, fungi, etc. and used to destroy bacteria are called antibiotics. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് ബാക്ടീരിയനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മെഡിസിൻസ് ആണ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ആൻറ്റിബയോട്ടിക്സിന് സൈഡ് എഫക്ട്സ് ഉണ്ടോ? ഉണ്ട്. എന്തൊക്കെയാണ്? റെഗുലർ യൂസ് ഡെവലപ്സ് ഇമ്മ്യൂണിറ്റി ഇൻ പാതോജൻസ് എഗെയിൻസ്റ്റ് ആൻറ്റിബയോട്ടിക്സ്. അപ്പോൾ നമ്മൾ റെഗുലർ ആയിട്ട് ഈ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ പാതോജൻസിന് ആൻറ്റിബയോട്ടിക്സിന് എതിരെ ഒരു ഇമ്മ്യൂണിറ്റി എത്ര കൊടുത്താലും പിന്നീട് അവർ നശിക്കാത്ത തരത്തിൽ ഒരു ഇമ്മ്യൂണിറ്റി ഈ പാതോജൻസിന് ഉണ്ടാകുന്നു. ദെൻ ഡിസ്ട്രോയ്സ് യൂസ്ഫുൾ ബാക്ടീരിയ ഇൻ ദ ബോഡി. ഇനി അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ചില ബാക്ടീരിയസ് ഉണ്ടല്ലേ. അപ്പോൾ ഒരുപാട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ കൂടി നമ്മുടെ ബോഡിയിൽ നശിച്ചു പോകാനായിട്ട് സാധ്യമുണ്ട്. അതേപോലെ തന്നെ റെഡ്യൂസസ് ദ ക്വാണ്ടിറ്റി ഓഫ് സം വൈറ്റമിൻസ് ഇൻ ദ ബോഡി. അതേപോലെ തന്നെ സംഭവിക്കാവുന്നത് ഒരുപാട് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ബോഡിയിൽ ആവശ്യമായിട്ട് ചില വൈറ്റമിൻസ് ഉണ്ട്, അതിൻ്റെ അളവ് കൂടി കുറയാനായിട്ട് കാരണമാകും. അപ്പോൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതാണ്, ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു ഡിറ്റക്ട് ബ്ലഡ് ഗ്രൂപ്പ്സ് ഇഫ് യു ക്യാൻ അക്സെപ്റ്റ് ബ്ലഡ് ഫ്രം എനിവൺ. ദിസ് വാസ് എൻ ആർഗ്യുമെൻറ്റ് put forward in a discussion on blood transfusion. What is the basis of blood group determination? അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. എന്താണ് ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമിനേഷൻ്റെ ബേസിസ് എന്ന് പറയുന്നത്? എന്താണ്? Can a person receive any blood from anyone? Why? എല്ലാവർക്കും എല്ലാവരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ സാധിക്കുമോ? എന്തുകൊണ്ട്? നമുക്ക് നോക്കാം. എന്തായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? എന്താണ് ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമിനേഷൻ്റെ ബേസ് എന്താണെന്നാണ് ചോദിച്ചിരുന്നത്. എന്താണ്? ദ പ്രസൻസ് ഓഫ് ആൻറ്റിജൻസ് എ ആൻഡ് ബി ഓൺ ദ സർഫസ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. അപ്പോൾ RBCയിൽ കാണപ്പെടുന്ന എ ആൻഡ് ബി ആൻറ്റിജൻ്റെ പ്രസൻസ് ആണ് ബ്ലഡ് ഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത്. ദെൻ എന്തായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്? ക്യാൻ എ പേഴ്സൺ റിസീവ് എനി ബ്ലഡ് ഫ്രം എനിവൺ? എല്ലാവർക്കും എല്ലാവരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ സാധിക്കുമോ? നോട്ട് പോസിബിൾ, സാധ്യമല്ല. കാരണം എന്താണ്? When foreign antigen reaches one's blood, it stimulates the defense activity. നമുക്ക് ചേരാത്ത ഒരു ബ്ലഡ് ഗ്രൂപ്പ് നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോൾ എന്താണ്? അതൊരു ആൻറ്റിജൻ ആണ്. അതിന് ഫലമായിട്ട് നമ്മുടെ ബോഡിയിൽ എന്താണ്? അതിനെതിരെ ഡിഫൻസ് മെക്കാനിസം ആക്ട് ചെയ്യുന്നു. The antigen present in the received blood and the antibody in the recipient blood will react each other. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? വരുന്ന ബ്ലഡിലെ ആൻറ്റിജനും അത് സ്വീകരിക്കുന്ന ആളിലെ ആൻറ്റിബോഡിയും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇറ്റ് ഫോംസ് എ ബ്ലഡ് ക്ലോട്ട് അല്ലെങ്കിൽ കൊയാഗുലേഷൻ സംഭവിക്കുന്നു. അപ്പോൾ ചേരാത്ത ബ്ലഡ് തമ്മിൽ ചേർന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്നു. അപ്പോൾ ഇതാണ് പറഞ്ഞിരിക്കുന്നത് ബ്ലഡ് ഗ്രൂപ്പ്. നമുക്കറിയാം പ്രധാനമായിട്ടും എ ബി ആൻഡ് ഒ ആണുള്ളത്. എയുടെ ആൻറ്റിജൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എ ആണ്, ആൻറ്റിബോഡി ബി. ബിയുടെ ആൻറ്റിജൻ ബി, ആൻറ്റിബോഡി എന്ന് പറയുന്നത് എ ആണ്. എ ബി എന്ന് പറഞ്ഞ ആൻറ്റിജൻ എ ആൻഡ് ബി, ആൻറ്റിബോഡി കാണപ്പെടുന്നില്ല. ഇനി ഓയുടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ആൻറ്റിജൻ എന്താണ്? ആൻറ്റിജൻ ഇല്ല, ആൻറ്റിബോഡി എ ആൻഡ് ബി. ഇതിലെ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത് നമുക്കറിയാം ഒ ആണ്. യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും സ്വീകരിക്കാവുന്നത് എ ബി ബ്ലഡ് ഗ്രൂപ്പാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അൺറാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ്. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കണമെന്ന് നോക്കാം. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളൂ. നോക്കാം. സ്ട്രക്ചർ ഓഫ് DNA ആൻഡ് RNA, ആക്ഷൻ ഓഫ് ജീൻസ്, പ്രോട്ടീൻ സിന്തസിസ് എന്താണെന്നുള്ളത് പഠിക്കണം. ഇസ് എ ചൈൽഡ് മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ ഡിറ്റർമിനേഷൻ ഓഫ് സെക്സ് എന്നുള്ള ആ ഒരു പോർഷനും കൂടി പഠിക്കുക. വളരെ 3 ടോപ്പിക്കേ ഉള്ളൂ അല്ലേ, വളരെ ചെറിയ ടോപ്പിക്കാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കമ്പയർ ദ സ്ട്രക്ചർ ഓഫ് DNA ആൻഡ് RNA ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ DNA RNAയുടെ സ്ട്രക്ചർ തമ്മിൽ നിന്ന് കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് അറിയാവുന്ന വളരെ സിമ്പിൾ കാര്യമാണ്. DNA നമ്പർ ഓഫ് സ്ട്രാൻഡ്സ്, ടൈപ്പ് ഓഫ് ഷുഗർ, നൈട്രജൻ ബേസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. നമുക്ക് നോക്കാം ഏതാണ്. DNA നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ സ്റ്റാൻഡ് ആണല്ലേ. അപ്പോൾ 2 ആണ്. RNAയിലേക്ക് വരുമ്പോൾ എന്തായി? 1 സ്റ്റാൻഡ് മാത്രമേ കാണുന്നുള്ളൂ. ഇനി DNA ടൈപ്പ് ഓഫ് ഷുഗർ ഏതാണ്? ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. RNAയിൽ ഏതാണ്? റൈബോസ് ഷുഗർ. ഇനി DNA ടൈപ്സ് ഓഫ് നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? അഡനിൻ, തൈമീൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. നേരെ തിരിച്ച് RNAയിൽ വരുമ്പോൾ അവിടെ എന്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ? തൈമീൻ മാറി അവിടെ എന്തായി? യുറാസിലാകുന്നു. അപ്പോൾ അഡനിൻ, യുറാസിൽ, സൈറ്റോസിൻ ആൻഡ് ഗ്വാനിൻ. അപ്പോൾ ഇത്രയാണ് വളരെ പ്രത്യേകമായിട്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ. DNAയുടെയും RNAയുടെയും നമ്പർ ഓഫ് സ്ട്രാൻഡ്സ്, ടൈപ്പ് ഓഫ് ഷുഗർ, അതിൻ്റെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. സ്ട്രക്ചർ ഓഫ് DNA മോളിക്യൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടുവന്ന ആരാണ്? വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്കാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. 1953 വന്നത്. DNA മോളിക്യൂളിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഡിയോക്സി റൈബോസ് ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്,
നൈട്രജൻ ബേസും കാണപ്പെടുന്നുണ്ട്. ഇതാണ് ഒരു സ്ട്രക്ചർ അല്ലേ. നോക്കാം. ദ നൈട്രജൻ ബെയർസ് ആർ ഓഫ് 4 ടൈപ്സ്. ഏതൊക്കെയാണ് നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇൻ DNA ദ ബേസ് ഇസ് അഡനിൻ പെയർ വിത്ത് തൈമിൻ. അഡനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആണ് നൈട്രജൻ ബേസുകൾ. അതിൽ അഡനിൻ എന്തുമായിട്ട് പെയർ ചെയ്യുന്നു? തൈമിനുമായിട്ട് പെയർ ചെയ്യുന്നു. ഗ്വാനിൻ പെയർ വിത്ത് എന്തൊക്കെയായിട്ട് പെയർ ചെയ്യുന്നു? സൈറ്റോസിനുമായിട്ടാണ് പെയർ ചെയ്യുന്നത്. ദെൻ ഡിയോക്സി റൈബോസ് ഷുഗർ ഉണ്ട്. അതേപോലെ തന്നെ ഫോസ്ഫേറ്റ് മോളിക്യൂൾ, നൈട്രജനസ് ബേസ്. നമുക്കറിയാം DNA മോളിക്യൂൾ കമ്പോസ് ചെയ്തിരിക്കുന്ന യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ന്യൂക്ലിയോടൈഡ് അല്ലേ. ന്യൂക്ലിയോടൈഡുകൾ ചേർന്നിട്ടാണ് ഒരു DNA മോളിക്യൂൾ ഉണ്ടായിരിക്കുന്നത്. ആ ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെയാണ് വരുന്നത്? ഡിയോക്സി റൈബോസ് ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ട്, നൈട്രോജനസ് ബേസ് ഉണ്ട്. ഇതാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു ഷുഗർ മോളിക്യൂള്, നൈട്രോജനസ് ബേസ്. ഇത്രയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയോടൈഡുകൾ കൂടി ചേർന്നിട്ടാണ് DNA ഫോം ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. ഈ ഒരു പടം നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു എക്സാമിന് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു പടം വരയ്ക്കാൻ ഓർത്തിരിക്കുക. ഇത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്, പെൻറ്റോസ് ഷുഗർ ആണ്, നൈട്രോജനസ് ബേസുകളാണ്. ഈ പടം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് പെയർ. അപ്പോൾ കറക്റ്റ് പെയർ വെച്ച് ഫില്ല് ചെയ്യാനാണ്. DNA-യിൽ തൈമീൻ കാണപ്പെടുന്നു. RNA-യിൽ ആരാണ്? നമുക്കറിയാമല്ലേ ആരാണ്? യുറാസിലാണ് കാണുന്നത്. ഇനി അയഡിനിൻ വരുന്നത് എന്തുമായിട്ട് പെയർ ചെയ്യുന്നു? തൈമിനുമായി പെയർ ചെയ്യുന്നു. ഗ്വാനിൻ എന്തുമായിട്ടാണ് പെയർ ചെയ്യുന്നത്? സൈറ്റോസിനുമായിട്ട് പെയർ ചെയ്യുന്നു. ദെൻ അറേഞ്ച് ദ സ്റ്റേജസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഇൻ ദ ഫോം ഓഫ് എ ഫ്ലോ ചാർട്ട്. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസിൻ്റെ ഓർഡറാണ് തന്നിരിക്കുന്നത്. അത് കറക്റ്റ് അല്ല. അപ്പോൾ അതിനൊന്ന് ഓർഡർ ആക്കുക. നമുക്ക് നോക്കാം. കമ്പൈൻസ് അമിനോ ആസിഡ്, mRNA reaches ribosome, mRNA is formed, amino acids are carried to the ribosome. ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം ഓർഡറിലല്ല അല്ലേ. നമുക്കതിനെ ഒന്ന് ഓർഡർ ആക്കാം. എന്താണ് ഇതിനകത്ത് ആദ്യം വരുന്നത്? ആദ്യം തന്നെ mRNA ഉണ്ടാവണം അല്ലേ. mRNA ആദ്യം തന്നെ ഉണ്ടാവണം. mRNA is formed. Then mRNA reaches ribosome. പ്രോട്ടീൻ സിന്തസിസ് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? റൈബോസോമിലാണ് നടക്കുന്നത്. അപ്പോൾ mRNA എവിടെ ചെന്നു? റൈബോസോമിൽ ചെന്നു. ദെൻ അമിനോ ആസിഡ്സ് ആർ ക്യാരിഡ് ടു ദി റൈബോസോം. ഇനി പ്രോട്ടീൻ സിന്തസിസ് നടക്കണമെങ്കിൽ ആര് വേണം? അമിനോ ആസിഡുകൾ വേണം. ഈ അമിനോ ആസിഡും എവിടെ ചെല്ലണം? റൈബോസോമിൽ ചെല്ലണം. ഇനി അടുത്തത് എന്താണ്? കമ്പൈൻസ് അമിനോ ആസിഡ്. അപ്പോൾ അമിനോ ആസിഡുകളെല്ലാം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അമിനോ ആസിഡുകളെല്ലാം കൂടി ചേർന്നിട്ട് റൈബോസോമിൽ വന്ന് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന അല്ലേ പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. ഇതാണ് നമ്മുടെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്കറിയാം DNA എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് പ്രോട്ടീൻ സിന്തസിസിൽ പങ്കെടുക്കുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു? mRNA ആണ് പങ്കെടുക്കുന്നത് അല്ലേ. mRNA DNA-യിൽ നിന്നും വേണ്ടുന്ന ഇൻഫർമേഷനൊക്കെ സ്വീകരിച്ചുകൊണ്ട് എവിടെ വരുന്നു? റൈബോസോമിൽ വരുന്നു. അതിനെ നമുക്ക് എന്താണ്? മെസ്സഞ്ചർ RNA എന്നാണ് പറയുന്നത് അല്ലേ. mRNA അതിൻ്റെ ഫുൾ ഫോം ആണ് മെസ്സഞ്ചർ RNA. അവരെന്ത് ചെയ്യുന്നു? mRNA DNA-യിൽ നിന്നുള്ള ഇൻഫർമേഷനൊക്കെ സ്വീകരിച്ചുകൊണ്ട് റൈബോസോമിൽ വരുന്നു. ഇനി അവിടെ ആരുണ്ട്? ഒരാളുടെ ഉണ്ട് tRNA. tRNA എന്താ ചെയ്യുന്നത്? ട്രാൻസ്ഫർ RNA എന്നാണ്. ട്രാൻസ്ഫർ RNA എന്താ ചെയ്യുന്നത്? അമിനോ ആസിഡുകളെ ക്യാരി ചെയ്തുകൊണ്ട് എവിടെ എത്തിക്കുന്നു? റൈബോസോമിൽ കൊണ്ടുവരുന്നു. കാരണം എന്താണ്? റൈബോസോമിൽ വെച്ചിട്ടാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് അല്ലേ. പ്രോട്ടീൻ സിന്തസിസ് നടക്കണമെങ്കിൽ അമിനോ ആസിഡ് വേണം. അമിനോ ആസിഡുകൾ കൂടി ചേർന്നിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. ഇനി ഇത്രയായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഇപ്പോൾ അമിനോ ആസിഡുകളെല്ലാം വന്ന് റൈബോസോമിൽ വന്നു. ഇനി എന്താ ചെയ്യുന്നത്? അമിനോ ആസിഡുകളെല്ലാം കൂടി ചേർന്നിട്ട് റൈബോസോമിൽ വെച്ച് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നു. അപ്പോൾ ഇത് തന്നെയാണ് mRNA ഫോംസ് ഫ്രം DNA, mRNA റീച്ചസ് ഔട്ട്സൈഡ് ദി ന്യൂക്ലിയസ്, mRNA റീച്ചസ് റൈബോസോം, tRNA carries amino acid to ribosome. Based on the information in mRNA adding amino acid, mRNA ഇൻഫർമേഷൻസിനെ വെച്ചുകൊണ്ട് അമിനോ ആസിഡുകൾ കൂടി ചേർന്നിട്ട് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നു. ദെൻ ലാസ്റ്റ് വൺ പ്രോട്ടീൻ ഈസ് സിന്തസൈസ്ഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Is it fair to criticize mothers who deliver only female children? Substantiate your opinion scientifically. അപ്പോൾ എന്താണ്? അതായത് പെൺകുട്ടികൾ മാത്രം ഉണ്ടാകുന്നതിൽ അമ്മമാരെ കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ ഈ ഒരു പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സയൻറ്റിഫിക്കലി നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്താണ് നമ്മുടെ ആൻസർ? എന്തായിരിക്കും അവിടെ വരിക? നമുക്ക് നോക്കാം. ദ XY ക്രോമോസോം ഓഫ് ദ ഫാദർ ഡിറ്റർമൈൻ വെദർ ചൈൽഡ് ഈസ് മെയിൽ ഓർ ഫീമെയിൽ. ഇപ്പോൾ ഇവിടെ ആരാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? കുട്ടിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരുടെ ക്രോമോസോം ആയിരിക്കും? ദ XY ക്രോമോസോം ഓഫ് ദി ഫാദർ. ഫാദറിൻ്റെ XY ക്രോമോസോം ആണ് കുട്ടിയുടെ സെക്സ് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ചൈൽഡ് വിത്ത് XX സെക്സ് ക്രോമോസോം ഈസ് ഫീമെയിൽ. അപ്പോൾ ഉണ്ടാകുന്ന കുട്ടിയിൽ 2 X ക്രോമോസോം ആണെങ്കിൽ എന്താണ്? അത് ഫീമെയിൽ ആയിരിക്കും. ആൻഡ് വിത്ത്
XY സെക്സ് ക്രോമോസോം ഈസ് മെയിൽ. അപ്പോൾ XY ആണെങ്കിൽ എന്താണ് കുട്ടി? മെയിൽ ആയിരിക്കും. സോ മെയിൽ സെക്സ് ക്രോമോസോംസ് ഹാവ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ദാൻ ഫീമെയിൽ സെക്സ് ക്രോമോസോം. അപ്പോൾ ഫീമെയിൽസിൻ്റെ ക്രോമോസോമിനേക്കാൾ കൂടുതൽ അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത് മെയിൽ ക്രോമോസോമിനാണ്. സോ ദ വ്യൂ ഓഫ് ഹെർ ഹസ്ബൻഡ് ആൻഡ് റിലേറ്റീവ്സ് ഈസ് റോങ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് തെറ്റായിട്ട് നമുക്ക് പറയാം. നോക്കാം, ഇതാണല്ലോ നമ്മളെ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് XX ക്രോമോസോം, XY ക്രോമോസോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ X ക്രോമോസോമും S ക്രോമോസോമാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? 2 XX ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു പടത്തിനകത്ത് തന്നെ ക്ലിയർ ആണ് അല്ലേ, Xഉം Yയും ആണെന്നുണ്ടെങ്കിലാണ് എന്താണ് XY എന്നുള്ളതായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുട്ടിയുടെ സെക്സ് നിർണ്ണയിക്കുന്നതെന്ന് പറയുന്നത് ഫാദറിൻ്റെ ക്രോമോസോംസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ. അപ്പോൾ 7ാമത്തെ ചാപ്റ്റർ ആണ് ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. വളരെ കുറച്ച് കാര്യങ്ങളെ ഇവിടെ നമുക്ക് തരുന്നുള്ളൂ. എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ത്രൂ ജെനറ്റിക് എൻജിനീയറിംഗ്. അടുത്തത് ജെനറ്റിക് സിസേഴ്സ്, ജെനറ്റിക് ഗ്ലൂ എന്താണെന്ന് നോക്കുക. DNA ഫിംഗർ പ്രിൻറ്റിംഗ്. വളരെ കുറച്ച് 3 ടോപ്പിക്കേ പറയുന്നുള്ളൂ. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഒന്നാമത്തേതാണ് അനലൈസ് ദ വേർഡ് പെർ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. ഒന്നാമത്തത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. എന്താണ് അതിനെ പറയുന്നത്? ജെനറ്റിക് സിസേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഇനി ജെനറ്റിക് ഗ്ലൂ എന്ന് പറയുന്നിരിക്കുന്നത് ആരെയാണ്? അപ്പോൾ ആരാണ് ജെനറ്റിക് ഗ്ലൂ എന്ന് പറയുന്നത്? ലിഗേസ് എൻസൈമുകളാണ് ജെനറ്റിക് ഗ്ലൂ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് DNA പ്രൊഫൈലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെസ്റ്റ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ന്യൂക്ലിയോറ്റൈഡ്. DNAയിലെ ന്യൂക്ലിയോറ്റൈഡിൻ്റെ അറേഞ്ച്മെൻറ്റിനെ നോക്കുന്നതിനാണ് നമ്മൾ എന്തു പറയുന്നത്? DNA പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത്. ഇനി ഐഡൻറ്റിഫൈ ദ ലൊക്കേഷൻ ഓഫ് എ ജീൻ ഇൻ ദ DNA. ഇനി DNAയിലെ ഒരു ജീനിൻ്റെ ലൊക്കേഷൻ അറിയുന്നത് ഏത് പ്രോസസ്സാണ്? ജീൻ മാപ്പിംഗ്. ഇപ്പോൾ കൃത്യമായിട്ട് ഇത് ഓർത്തിരിക്കുക. ന്യൂക്ലിയോറ്റൈഡിൻ്റെ അറേഞ്ച്മെൻറ്റിനെ പരിശോധിക്കുന്നത് DNA പ്രൊഫൈലിങ്ങും, DNAയിൽ ജീനിൻ്റെ ലൊക്കേഷൻ ഏതാണെന്ന് തിരിച്ചറിയുന്നത് ജീൻ മാപ്പിങ്ങുമാണ്. നിങ്ങൾക്ക് അറിയാം, ജെനറ്റിക് എഞ്ചിനീയറിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ജീൻ കട്ട് ചെയ്ത് നമ്മളത് ഒട്ടിച്ചേർക്കുന്ന എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ് അല്ലേ. അപ്പോൾ അതിനെ സഹായിക്കുന്നത് ജീനുകളെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എൻസൈമുകളാണ്. കട്ട് ചെയ്യുന്നതും ജോയിൻ ചെയ്യുന്നതും എല്ലാം തന്നെ എൻസൈം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ എൻസൈമാണ് പറയുന്നത് ദ എൻസൈം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് യൂസ്ഡ് ടു കട്ട് ജീൻസ്. അപ്പോൾ ജീനുകളെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ്, അല്ലെങ്കിൽ ആ എൻസൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളതിനെ ജെനറ്റിക് സിസേഴ്സ് എന്ന് പറയും. ഇനി എൻസൈം ലിഗേസ് എന്ന് പറയുന്നത് ജീനുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നതാണ്. അത് നമ്മൾ ലിഗേസ് എൻസൈം എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് ജെനറ്റിക് ഗ്ലൂ. അപ്പോൾ ഈ കൃത്യമായി പേര് ഓർത്തിരിക്കുക. ജെനറ്റിക് സിസേഴ്സ് എന്നറിയപ്പെടുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും ജെനറ്റിക് ഗ്ലൂ എന്നറിയപ്പെടുന്നത് എൻസൈം ലിഗേസ്. കൃത്യമായിട്ട് ഈ പേര് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ജീൻ തെറാപ്പി ബിക്കംസ് ദ റെമഡി ഫോർ ജെനറ്റിക് ഡിസീസ്. അപ്പോൾ ജെനറ്റിക് ഡിസീസിന് റെമഡിയാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ഡു യു അഗ്രി ടു ദി സ്റ്റേറ്റ്മെൻറ്റ്, ജസ്റ്റിഫൈ യുവർ ഒപ്പീനിയൻ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്താണ്? ജെനറ്റിക് ഡിസീസിന് ജീൻ തെറാപ്പി എന്ന് പറയുന്ന റെമഡി നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യെസ്, ശരിയാണല്ലേ. എന്താണ് ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ നടക്കുന്നത്? ജീൻ തെറാപ്പി ഈസ് എ ട്രീറ്റ്മെൻറ്റ് ഫോർ ക്യൂറിങ് ജെനറ്റിക് ഡിസീസ് ബൈ റിമൂവിങ് ഡിസീസ് കോസിങ് ജീൻസ്. അപ്പോൾ ജീൻ തെറാപ്പിയിൽ എന്താ സംഭവിക്കുന്നത്? ഏത് ജീനിനാണോ ഡിഫക്റ്റീവ് ആയിട്ടുള്ളത് ആ ജീനിനെ റിമൂവ് ചെയ്യുന്നു ആൻഡ് ഇൻസേർട്ടിങ് ഫങ്ഷണൽ ജീൻസ് ഇൻ ദ ജീനോം. അപ്പോൾ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീനിനെ റിമൂവ് ചെയ്തിട്ട് അവിടെ ഫങ്ഷണൽ ജീൻസിനെ ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ജെനറ്റിക് ഡിസീസസിന് റെമഡിയാണ് ജീൻ തെറാപ്പി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സുമ മർഡർ കേസ്, trace of hair obtained from the site of incidents enabled to identify killer. അപ്പോൾ സുമ മർഡർ കേസാണ്. അവിടെ ട്രേസ് ഓഫ് ഹെയർ അല്ലേ, ഹെയർ കിട്ടിയിരിക്കുന്നത് കില്ലറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. റീഡ് ദ എബോവ് ന്യൂസ്, നെയിം ദ ടെക്നോളജി ദാറ്റ് ഹെൽപ്പ് ടു ഫൈൻഡ് ദ കില്ലർ. അപ്പോൾ ഇവിടെ ഏത് ടെക്നോളജിയാണ് കില്ലറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? DNA ഫിംഗർ പ്രിൻറ്റിങ്. അപ്പോൾ DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ് ഇവിടെ ഈ കില്ലറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിച്ചത്. സൈറ്റ് 2 other uses of this technology. ഇനി
അടുത്ത് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ കുറച്ച് യൂസസ് ആണ് പറയുന്നത്. ഏതൊക്കെയാണ്? To solve parental dispute, to identify hereditary characteristics, identify person അല്ലേ, ആളുകളെ തിരിച്ചറിയാൻ വേണ്ടി ഹെറിഡിറ്ററി ക്യാരക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ നമുക്ക് DNA ഫിംഗർ പ്രിൻറ്റിങ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്തായിരുന്നു? ടെക്നോളജി ഓഫ് ടെസ്റ്റിംഗ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഇസ് DNA പ്രൊഫൈലിംഗ്. അപ്പോൾ DNA ന്യൂക്ലിയോടൈഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റിനെ നോക്കുന്ന പ്രോസസ്സാണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്നത് അലക്സ് ജെഫ്രിയാണ്. 1984 ഇത് കൊണ്ടുവന്നത്. ജസ്റ്റ് ലൈക്ക് ദ ഡിഫറൻസ് ഇൻ ദ ഫിംഗർ പ്രിൻറ്റ് ഓഫ് ഈച്ച് പേഴ്സൺ, ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ ഈച്ച് പേഴ്സൺ ഓൾസോ ഡിഫേഴ്സ്. നമുക്കറിയാം നമ്മുടെ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്ന എല്ലാ ആൾക്കാരിലും വ്യത്യസ്തമാണല്ലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാവരിലെയും ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നതും വ്യത്യസ്തമാണ്. കുറച്ചെങ്കിലും സാമ്യം കാണിക്കുന്നത് ഒരേ ഫാമിലിയിലുള്ള ആൾക്കാരിലാണ് കുറച്ചെങ്കിലും സാമ്യം കാണിക്കുന്നത്. And this discovery become the basis of DNA testing. Hence this technology is also called DNA fingerprinting. അതുകൊണ്ട് തന്നെ ഈ ഒരു DNA fingerprinting നമ്മൾ DNA profiling എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ ക്രിയേറ്റഡ്. സന്തോഷ് raises the following doubt. What explanation would you give as a student of genetics? അപ്പോൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ ഉണ്ടായി എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. Which is the technology that helped to create insulin producing bacteria? അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചത് ഏത് ടെക്നോളജിയാണ്? ജനറ്റിക് എൻജിനീയറിംഗ്. Then will the next generation of this bacteria be able to produce insulin? ഇനി ഇതിൻ്റെ അടുത്ത ജനറേഷൻ ബാക്ടീരിയയ്ക്കും ഇതുപോലെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടാകുമോ? ഗീവ് റീസൺ. നമുക്ക് നോക്കാം, കഴിവുണ്ടാകുമോ? യെസ്. അപ്പോൾ അടുത്ത ജനറേഷനുള്ള ബാക്ടീരിയയ്ക്കും ഇതുപോലെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടാകും. നമുക്ക് നോക്കാം. ബിക്കോസ് the gene responsible for the production of insulin is there in the next generation. അപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന ജീൻ അടുത്ത ജനറേഷനിലേക്കും ട്രാൻസ്ഫർ ആയി പോകും. അതുകൊണ്ട് തന്നെ എന്താണ്, അടുത്ത ജനറേഷനിലും ഇതുപോലെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്? ജനറ്റിക് എഞ്ചിനീയറിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടന്നത് അല്ലേ. അപ്പോൾ ഹ്യൂമൻ ബീങ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇൻസുലിൻ. അപ്പോൾ ആ ഇൻസുലിനെയാണ് ഒരു ബാക്ടീരിയയിൽ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ജനറ്റിക് എഞ്ചിനീയറിംഗ്. എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ടെക്നോളജി ഓഫ് കൺട്രോളിങ് ദ ട്രേറ്റ്സ് ഓഫ് ഓർഗനിസം. മറ്റൊരു ജീവിയുടെ ട്രേറ്റ്സിനെ, അവരുടെ ക്യാരക്ടേഴ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. എങ്ങനെ? by bringing about desirable changes in the genetic constitution of organism. അപ്പോൾ എന്താണ്, അവരുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തി അവരുടെ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന പ്രോസസ്സാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ബാക്ടീരിയ എന്ന് പറയുന്നത് നോർമലി ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? അവരുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റങ്ങൾ വരുത്തി ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു. അതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. മറ്റൊരു ജീവിയുടെ ക്യാരക്ടേഴ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യിപ്പിക്കുന്നതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് കാണിച്ച് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന പടം തന്നെയാണ്. ഇവിടെ എങ്ങനെയാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചിരിക്കുകയെന്ന് പറയുന്നത്? ഹ്യൂമൻ സെല്ലിൽ നിന്നും ഹ്യൂമൻ DNA കട്ട് ചെയ്യുന്നു. ഏതാണ്? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബാക്ടീരിയയുടെ പ്ലാസ്മിഡ് സർക്കുലർ DNA കട്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? നമ്മുടെ ഈ ഒരു ജീനിനെ, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനെ ഈ ബാക്ടീരിയയുടെ പ്ലാസ്മിഡുമായിട്ട് ഒരുമിച്ചാക്കുന്നു. അതിനുശേഷം ഇതിനെ എന്ത് സംഭവിച്ചു? ഈ ബാക്ടീരിയയുടെ സെല്ലിലേക്ക്, അവരുടെ ബോഡിയിലേക്ക് അതിനെ ഇൻസേർട്ട് ചെയ്യിപ്പിച്ചു. ഇതന്നെ എന്താ ചെയ്യുന്നത്? ഈ ബാക്ടീരിയനെ ഒരു കൾച്ചർ മീഡിയത്തിൽ അതിനെ വളർത്താനായിട്ട് അനുവദിക്കുന്നു. അതിന് സമയം എന്തായിരിക്കും ഉണ്ടാവുക? അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനാക്റ്റീവ് ഇൻസുലിൻ ആയിരിക്കും. അപ്പോൾ ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആയിരിക്കും. ദെൻ അതിനുശേഷം നമ്മൾ അതിൽ നിന്നും ആക്റ്റീവായിട്ടുള്ള ഇൻസുലിനെ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചിട്ട് ഒരു ബാക്ടീരിയയിൽ നിന്നും ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following is a protein that made through genetic engineering and is used for the treatment of viral disease? അപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് നമ്മൾ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത പ്രോട്ടീനാണ്. അത് വൈറൽ ഡിസീസിനെതിരായിട്ട് ഉപയോഗിക്കുന്നു. ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഇൻ്റർഫെറോൺസ് ആണോ, ഇൻസുലിൻ ആണോ, എൻഡോർഫിൻ ആണോ, സൊമാറ്റോട്രോപ്പിൻ ആണോ? ഏത് പ്രോട്ടീനാണ്? ഇൻ്റർഫെറോൺസ്. അപ്പോൾ ഇൻ്റർഫെറോൺസ് എന്ന് പറയുന്ന പ്രോട്ടീനാണ് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. അതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? വൈറൽ ഡിസീസിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ഒരു ടേബിൾ ഓർത്തിരിക്കുക. നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഉപയോഗിച്ചെടുത്ത പ്രോട്ടീൻസ് ആണ്. ഇൻ്റർഫെറോൺസ് വൈറൽ ഡിസീസിന് ഉപയോഗിക്കുന്നു, ഇൻസുലിൻ
ഡയബറ്റീസിന് ഉപയോഗിക്കുന്നു. എൻഡോർഫിൻ എന്ന് പറയുന്നത് പെയിന്, അതേപോലെ തന്നെ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത് ഗ്രോത്ത് ഡിസോർഡേഴ്സിന് ഉപയോഗിക്കുന്നു. ഈ ഒരു പ്രോട്ടീൻസ് എല്ലാം തന്നെ നമ്മൾ എന്താണ് ജനറ്റിക് എൻജിനീയറിംഗ് വഴിയാണ് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ദ പാത്ത് ട്രാവേഴ്സ്ഡ് ബൈ ലൈഫ്. നമുക്ക് നോക്കാം. നോക്കിക്കേ, വളരെ കുറച്ച് രണ്ട് ടോപ്പിക്ക് ഇതിനകത്ത് പറയുന്നുള്ളൂ. കെമിക്കൽ എവല്യൂഷൻ തിയറിയും അതേപോലെ തന്നെ ഡാർവിനിസം. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളൂ. നമുക്ക് നോക്കാം. First question, identify the odd one from the those given below and write the feature common to others. മങ്കി, ഗിബൺ, ഒറങ്ങൂട്ടൻ, ഗൊറില്ല. ഇതിനകത്ത് ഏതാണ് ഓഡ് വൺ, ഏതാണ് മറ്റുള്ളവയുടെ കോമൺ പ്രത്യേകത എന്താണ്? ഏതാണ് ഇതിനകത്ത് വ്യത്യസ്തമായി നിൽക്കുന്നത്? മങ്കിയാണ്. കാരണം ബാക്കിയുള്ള ഗിബൺ, ഒറങ്ങൂട്ടൻ, ഗൊറില്ല എന്ന് പറയുന്നത് എവിടെ വരുന്നു? അതേഴ്സ് ബിലോങ് ടു ഹോമിനിയോയിഡി വിഭാഗത്തിൽ വരുന്നവരാണ്. ബാക്കിയുള്ളവയെല്ലാം മങ്കി എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൽ വരുന്നവരല്ല. ഇനി അടുത്തത് അക്വയർഡ് ക്യാരക്ടേഴ്സ്, ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് ഫേവറബിൾ വേരിയേഷൻ. ഇതിനകത്ത് ഓഡ് വൺ ഏതാണ്? അക്വയർഡ് ക്യാരക്ടേഴ്സ് ആണ്. കാരണം എന്താണ്? ബാക്കി പറഞ്ഞിരിക്കുന്ന ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, ഫേവറബിൾ വേരിയേഷൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ദേ ആർ റിലേറ്റഡ് ടു ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ നാച്ചുറൽ സെലക്ഷൻ തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ബാക്കിയെല്ലാം തന്നെ അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ലാമാർക്കിസത്തിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടു. നമ്മുടെ ഹ്യൂമൻ എവല്യൂഷനുമായി ബന്ധപ്പെട്ടാണ്. ആന്ത്രോപോയിഡി വിഭാഗത്തിൽ സെർക്കോപിത്തക്കോയിഡിയം ഉണ്ട്, ഹോമിനിയോഡി വിഭാഗമുണ്ട്. അതിൽ സെർക്കോപിത്തക്കോയിഡിയിലാണ് മങ്കി ഉൾപ്പെടുന്നത്. ഹോമിനിയോഡി വിഭാഗത്തിലാണ് ഗിബൺ, ഒറങ്ങൂട്ടാൻ, ഗൊറില്ല, ചിമ്പാൻസി, അൻമാൻ. അപ്പോൾ ഇവരെല്ലാം ഉൾപ്പെടുന്നത് ഈ ഒരു ഹോമിനിയോഡി വിഭാഗത്തിൽ ആയിരിക്കും. അടുത്തത് മാച്ച് ദി ഫോളോയിങ് ആണ്. നമുക്ക് നോക്കാം. ലാമാർക്ക്, ഡാർവിൻ, ഒപ്പാരിൻ. അവരേതിലാണ് വരുന്നത്? ലാമാർക്കിനകത്ത് വരുന്നത് ഓർഡർ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ നമുക്ക് നോക്കാം. ലാമാർക്ക് എന്തുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്? അക്വയർഡ് ക്യാരക്ടേഴ്സ്. ഇനി ഡാർവിൻ എന്തുമായി ബന്ധപ്പെട്ട് വരുന്നു? നാച്ചുറൽ സെലക്ഷൻ തിയറി കൊണ്ടുവന്ന ആളാണ്. ഇനി ഒപ്പാരിൻ എന്താണ്? കെമിക്കൽ എവല്യൂഷൻ കൊണ്ടുവന്ന ആളാണ് ഒപ്പാരിൻ എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് ഓടിച്ച് നോക്കിയപ്പോൾ ലാമാർക്കിസം നമുക്ക് പറയുന്നില്ല, എങ്കിൽ പോലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടാം. എന്താണ് ലാമാർക്കിസം പറയുന്നത്? ലാമാർക്ക് എന്താ പറയുന്നത്? The characters developed during the lifetime of organism are called acquired characters. എന്താണ് ലാമാർക്ക് പറഞ്ഞത്? ഒരു ജീവി അതിൻ്റെ ജീവിത സമയത്ത് അല്ലെ ആ ഒരു സമയത്ത് അക്വയർ ചെയ്തെടുക്കുന്ന ക്യാരക്ടേഴ്സ് ആണ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. അവർ ആർജിച്ചെടുക്കുന്ന ക്യാരക്ടറാണ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ലാമാർക്ക് എക്സ്പ്ലെയിൻ ദാറ്റ് ദീസ് ക്യാരക്ടേഴ്സ് അക്യുമുലേറ്റ് ത്രൂ ജനറേഷൻ ആൻഡ് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? ഇങ്ങനെ അവരുടെ ലൈഫ് ടൈമിൽ ആർജിച്ചെടുക്കുന്ന ഈ ക്യാരക്ടേഴ്സ് അവരുടെ അടുത്ത ജനറേഷനിലേക്ക് പോയി ഒരു പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നു എന്നാണ് ലാമാർക്ക് പറഞ്ഞത്. പക്ഷേ ഇത് അക്സെപ്റ്റഡ് ആയിട്ടില്ല, അതിന് തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് അക്വയർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒരിക്കലും നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോവില്ല എന്നതുകൊണ്ട് തന്നെ ഈ ഒരു തിയറി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തെളിവുകൾ ഇതായിരുന്നു. പണ്ട് കാലങ്ങളിൽ ജിറാഫിന് ചെറിയ കഴുത്തായിരുന്നു, പക്ഷേ ഫുഡിൻ്റെ സ്കേഴ്സിറ്റി വന്നപ്പോൾ എന്താണ് വലിയ വലിയ മരങ്ങളെ ആശ്രയിച്ചു, അതിൻ്റെ ഫലമായിട്ടാണ് കഴുത്ത് നീണ്ടത് എന്നാണ് അദ്ദേഹം ഇതിന് പറഞ്ഞ തെളിവുകൾ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് ഡാർവിനിസം. എ ലോജിക്കൽ സയൻറ്റിഫിക് തിയറി ഓൺ എവല്യൂഷൻ വാസ് ഫസ്റ്റ് പുട്ട് ഫോർവേഡ് ബൈ ചാൾസ് റോബർട്ട് ഡാർവിൻ ആൻഡ് ഇംഗ്ലീഷ് നാച്ചുറലിസം. അപ്പോൾ ഏറ്റവും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക് തിയറി കൊണ്ടുവന്ന ആളാണ് ഡാർവിൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കൊണ്ട് തിയറിയാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ പുട്ട് ഫോർവേഡ് ബൈ ഡാർവിൻ. അദ്ദേഹത്തിൻ്റെ തിയറി എന്ന് പറയുന്നത് നാച്ചുറൽ സെലക്ഷൻ തിയറിയാണ്. അദ്ദേഹം കണ്ടുപിടിച്ചൊരു കാര്യം ഇതായിരുന്നു. അദ്ദേഹം ഗാലപ്പഗോസ് ഐലൻഡിലേക്ക് പോയി. ആ സമയത്ത് അദ്ദേഹം കണ്ടുപിടിച്ചൊരു കാര്യം ഇതാണ്. അവിടെയുള്ള കുറേയധികം കുരുവികൾ അല്ലേ, അവർക്ക് വേറെ പ്രത്യേകിച്ച് എല്ലാം ഒരേപോലെയാണ്, പക്ഷെ അവരുടെ ബീക്കിൽ മാത്രമേ വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താണ് അത് അവരുടെ കഴിക്കുന്ന ഫുഡിനെ ബേസ് ചെയ്തിട്ട് അവരുടെ ബീക്കിൽ വ്യത്യാസമുള്ളതായിട്ട് അദ്ദേഹം കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഒരുപാട് ഓവർ പ്രൊഡക്ഷൻ, ഒരുപാട് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്കുള്ള ഫുഡ് അല്ലെങ്കിൽ അവർക്കുള്ള ബേസിക് നീഡ്സ് കിട്ടാതെ വരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടാതെ വരുമ്പോൾ അവരുടെ ഇടയിൽ ഒരു സ്ട്രഗിൾ ഉണ്ടാകുന്നു. ആ ഒരു കാര്യത്തിൻ്റെ പുറത്താണ് അദ്ദേഹം ഈ ഒരു നാച്ചുറൽ സെലക്ഷൻ തിയറി കൊണ്ടുവന്നത്. നമുക്ക് നോക്കാം. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്. ഓവർ പ്രൊഡക്ഷൻ നടക്കുന്നു അല്ലേ, ജീവികളിലാണെങ്കിൽ എല്ലാവരിലും എന്താണ് പ്രൊഡക്ഷൻ, ഓവർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്.
അങ്ങനെ പ്രൊഡക്ഷൻ നടന്ന സമയത്ത് എന്താണ്, ചിലപ്പോൾ മേറ്റിന് വേണ്ടി അല്ലെങ്കിൽ സ്പേസിന് വേണ്ടി അല്ലെങ്കിൽ ഫുഡിന് വേണ്ടി അവിടെ ഒരു സ്ട്രഗിൾ നടക്കുന്നു അല്ലേ, ഒരു മത്സരം നടക്കുന്നു. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, നിലനിൽക്കാനുള്ള ഒരു സ്ട്രഗിൾ അവിടെ നടക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അങ്ങനെ സ്ട്രഗിൾ നടക്കുന്നതിൽ ദോസ് വിത്ത് നോ ഫേവറബിൾ വേരിയേഷൻ, ഒരു ഫേവറബിൾ വേരിയേഷനും കിട്ടാത്ത ആൾക്കാർ എന്ത് സംഭവിക്കുന്നു, ഡിസ്ട്രോയ് ചെയ്തു പോകുന്നു അല്ലേ. ഫുഡ് കിട്ടാത്തവർ അല്ലെങ്കിൽ സ്പേസ് കിട്ടാത്തവർ എന്ത് സംഭവിക്കുന്നു, അവിടെ ഡിസ്ട്രോയ് ചെയ്തു പോകുന്നു. അതേസമയം ഫേവറബിൾ വേരിയേഷൻ കിട്ടിയവർ, ഫുഡ് അവർക്ക് വേണ്ടുന്ന എല്ലാ ബേസിക് നീഡ്സും കിട്ടിയവർ എന്ത് സംഭവിക്കുന്നു, അവരെ അവിടെ നേച്ചർ സെലക്ട് ചെയ്യുന്നു, നാച്ചുറൽ സെലക്ഷൻ അവിടെ നടക്കുന്നു, അവരവിടെ സർവൈവ് ചെയ്യുന്നു. ഫേവറബിൾ വേരിയേഷൻ കിട്ടിയവരെ നേച്ചർ സെലക്ട് ചെയ്യുന്നു, അവരവിടെ സർവൈവ് ചെയ്യുന്നു. ദെൻ ഫേവറബിൾ വേരിയേഷൻസ് ആർ ട്രാൻസ്ഫേർഡ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ, അങ്ങനെ ഉണ്ടായ ഫേവറബിൾ വേരിയേഷൻ അടുത്ത ജനറേഷനിലേക്ക് പോകുന്നു, അത് ആ ജനറേഷനിൽ അക്യുമുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ലീഡ്സ് ടു ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ്, അത് ഒരു പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു എന്നാണ് നമ്മുടെ ഡാർവിൻ നാച്ചുറൽ സെലക്ഷൻ തിയറി വഴി എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? അടുത്തത് an illustration related to chemical evolution is given below. Complete the illustration using the information given in the box. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഇത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം അറ്റ്മോസ്ഫിയർ ഓഫ് പ്രിമിറ്റീവ് എർത്ത്, പ്രിമിറ്റീവ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ എന്തായിരുന്നു ഇതിനകത്ത്, ഏതായിരുന്നു കാണുന്നത്, പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ, നൈട്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അവിടെ ഫ്രീ ഓക്സിജൻ ഉണ്ടായിരുന്നോ, ഇല്ല. അപ്പോൾ എന്താണ്, പ്രിമിറ്റീവ് എർത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ, നൈട്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ദെൻ അടുത്തത് എന്താണ്, ജനറ്റിക് മെറ്റീരിയൽസ്. ഏതായിരുന്നു പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്നു ജനറ്റിക് മെറ്റീരിയൽസ്, ഏതൊക്കെയായിരുന്നു, RNA ആൻഡ് DNA. ദെൻ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ്, ഏതൊക്കെയായിരുന്നു സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾ എന്ന് പറയുന്നത്, മോണോസാക്രൈഡ്സ് ആൻഡ് അമിനോ ആസിഡ്സ് ആണ് സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾ. ദെൻ അടുത്തത് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾ. ഏതൊക്കെയാണ് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾ, പോളിസാക്രൈഡ്സ്, പെപ്റ്റൈഡ്സ്, ഫാറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് പ്രിമിറ്റീവ് എർത്തിൽ വരുന്ന എന്തൊക്കെയാണ്, പ്രിമിറ്റീവ് എർത്തിൽ അറ്റ്മോസ്ഫിയർ, അതേപോലെ തന്നെ ജനറ്റിക് മെറ്റീരിയൽസ്, സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ആൻഡ് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ്. അപ്പോൾ നമുക്ക് എന്താണ് കെമിക്കൽ എവല്യൂഷൻ തിയറി എന്ന് നമുക്ക് നോക്കാം. A.J. Oparin and J.B.S. Haldane are the proponent of this theory. ഈ ഒരു കെമിക്കൽ എവല്യൂഷൻ തിയറി കൊണ്ടുവന്നത് ഒപ്പാരിനും ഹാൾഡേനുമാണ് കൊണ്ടുവന്നത്. അപ്പോൾ അവർ പറയുന്നത് എന്താണ്, ഇവർ തിയറിയിലൂടെ അവരെന്താണ് പറയുന്നത്, ലൈഫ് ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദ കെമിക്കൽ സബ്സ്റ്റൻസസ് ഇൻ സീ വാട്ടർ. സീ വാട്ടറിലെ കെമിക്കൽ സബ്സ്റ്റൻസിൽ ഉണ്ടായ ചില മാറ്റങ്ങളാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്യാൻ കാരണം എന്നാണ് JBS ഹാൾഡേനും ഒപ്പാരിനും ഈ ഒരു കെമിക്കൽ എവല്യൂഷൻ തിയറിയിലൂടെ അവർ പറയുന്നത്. അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻസ് ഇൻ പ്രിമിറ്റീവ് എർത്ത്, ചില സർട്ടൻ കണ്ടീഷൻസിൽ എന്ത് സംഭവിച്ചു, സീ വാട്ടറിൽ ചില കെമിക്കൽ സബ്സ്റ്റൻസിൽ മാറ്റങ്ങൾ ഉണ്ടായി, അതിൻ്റെ ഫലമായിട്ട് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. പ്രിമിറ്റീവ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ടായിരുന്നു, നൈട്രജൻ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, അമോണിയ തുടങ്ങിയ വാതകങ്ങളായിരുന്നു, ഫ്രീ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. ഇനി എനർജി സോഴ്സ് എന്തായിരുന്നു, തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, അൾട്രാ വയലറ്റ് റേഡിയേഷനും വോൾക്കാനിക് എറപ്ഷൻ ആയിരുന്നു എനർജി സോഴ്സ് എന്ന് പറയുന്നത്. ഇനി സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അമിനോ ആസിഡ്, മോണോസാക്രൈഡ്, നൈട്രജൻ ബേസസ്, ഫാറ്റി ആസിഡ്. ഇനി അതിൽ നിന്നും എന്തുണ്ടാകുന്നു, കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്തു. പ്രോട്ടീൻ, പോളിസാക്രൈഡ്സ്, ന്യൂക്ലിയോടൈഡ്സ്, ലിപ്പിഡ്സ് ആണ് ഈ ഒരു സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്നും ഫോം ചെയ്യുന്നു. ദെൻ അവിടെ നിന്നും എന്തായി ഫോം ചെയ്യുന്നത്, ന്യൂക്ലിക് ആസിഡ്സ്, ലിപ്പിഡ് ലെയറിൽ നിന്നും ഒരു പ്രിമിറ്റീവ് സെൽ. ഇങ്ങനെയാണ് ഒരു സെല്ല് ഫോം ചെയ്തത് അല്ലെങ്കിൽ ഒരു ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് എന്നാണ് കെമിക്കൽ എവല്യൂഷൻ തിയറി വഴി ഒപ്പാരിനും ഹാൾഡേനും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര പെട്ടെന്ന് ഇത്രയും ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് തീർത്താൽ അല്ലേ. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ബയോളജിയുടെ റിവിഷൻ കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവ് ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈവ് ക്ലാസ്സുകൾ എടുത്ത് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.